ങ്ങളെ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. രോഗത്തിനോ രോഗത്തിൻ്റെ ശക്തിക്കോ രോഗത്തിൻ്റെ ആത്മാക്കൾക്കോ എൻ്റെ മേലോ എൻ്റെ ഭവനത്തിൻ്റെ മേലോ എൻ്റെ ശരീരത്തിൻ്റെ മേലോ അവകാശമില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ഇരുന്ന് സമൃദ്ധി അനുഭവിക്കും. ഞാൻ വായ്പ മേടിക്കത്തില്ല. ബൈബിൾ പറഞ്ഞ് ഞാൻ വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും കർത്താവ് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. വലിയ കൃപയ്ക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പദ്ധതികൾക്കായി ഞാൻ കർത്താവിൽ നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. ദൈവസന്നിധിയിൽ വിശ്വസിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. യൂട്യൂബിലും ഫേസ്ബുക്കിലും എന്നെ കാണുന്നവർ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ പ്രാർത്ഥനയുടെ ലിങ്ക് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പ്രാർത്ഥനകളിൽ പ്രവേശിക്കാനാണ്. അവിടെ അതിൻ്റെ ലിങ്ക് ഇരിപ്പുണ്ട്, പാസ്വേഡും എല്ലാം കൊടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അതിൽ പങ്കുചേരാമെന്നാണ്. കർത്താവ് നിങ്ങളെ സൂക്ഷിക്കുന്നല്ലോ. ദൈവം അത്ഭുതകരമായി നടത്തുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. ഇന്ന് ഈ സൂമിലും ഈ യൂട്യൂബിലും ലോകത്തിന്റെ പല കോണിലിരുന്നു കൊണ്ട് കർത്താവിന്റെ നാമത്തിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഇന്ന് ഒരുമിച്ച് കൂടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു. എനിക്കറിയാം നിങ്ങൾ ഒത്തിരി റിസ്ക് എടുത്ത് പ്രാർത്ഥനയ്ക്ക് കയറുന്ന ആൾക്കാരുണ്ട്. ഇന്ന് ജോലി കഴിഞ്ഞ് ഇന്ത്യൻ സമയത്ത് ഉറങ്ങേണ്ട സമയമാണ്. രാവിലെ പുലർച്ചയ്ക്ക് ജോലിക്ക് പോകേണ്ടവരാണെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ഇന്ന് കർത്താവിന്റെ നാമത്തിൽ ഇന്ന് വചനം കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. വലിയ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് നിങ്ങളെ ഒരുക്കുവാണ്. ഞാൻ ആരെ എപ്പോഴും നിർബന്ധിക്കാറില്ല. പക്ഷെ കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രേരണ തോന്നിക്കുന്നുണ്ടെങ്കിൽ ചാടി പിടിച്ചോണം. വലിയ നന്മകൾക്കായി കർത്താവ് നമ്മളെ ഒരുക്കും. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നല്ലോ. എല്ലാ ദിവസവും 9:15 ഇന്ത്യൻ സമയത്ത് നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അന്യഭാഷ വരമുള്ളവർ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അന്യഭാഷ ആഗ്രഹിക്കുന്നവർക്കും പങ്കുചേരാം. കർത്താവ് നിങ്ങളുടെ മേൽ പകർച്ച തരും. കേട്ടുപഠിക്കുകയല്ല, ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് അന്യഭാഷ വരം നൽകും. അന്യഭാഷയുടെ ഗുണങ്ങളെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് പോകുവാണ്. ഇന്നലെ കേട്ട വചന ചിന്ത ഓർക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? കൃപാവരങ്ങളെ ശക്തിപ്പെടാൻ സകല കാര്യങ്ങളും ചില നടക്കുന്ന അത്ഭുതങ്ങളും ദൈവത്തിന്റെ സമയത്തിന്റെ അകത്ത്, ദൈവത്തിന്റെ സമയം ഉദ്ദേശിക്കുന്നത് ദൈവ സമയം എന്നല്ല, തക്ക സമയം. അതായത് കർത്താവ് നമ്മുടെ അനുഗ്രഹത്തിന് ഒരു സമയം വെച്ചിട്ടുണ്ട്. അത് കൂടാതെ ഇപ്പോൾ നടക്കുന്ന അത്ഭുതമുണ്ട്. ഇത് രണ്ടും മനസ്സിലാക്കി ഒരു വിശ്വാസി പ്രാർത്ഥനയിൽ ബലപ്പെടണം. എന്നാൽ കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നു. ഇന്ന് വേണ്ട കാര്യങ്ങൾക്ക് ദൈവം ഇന്ന് തന്നെ പ്രവർത്തിക്കും. ഇന്ന് കിട്ടേണ്ടത് ഇന്ന് തന്നെ ആവശ്യമാണ്. അവിടെയാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, നമ്മൾ വിശ്വാസം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ നാളെയാന്നുള്ള വിശ്വാസത്തിലല്ല. വിശ്വാസം എപ്പോഴും ഇന്നത്തേക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് അത്ഭുതം നടക്കും, ഇത് അത്ഭുതത്തിന്റെ സമയമാണെന്നുള്ളതാണ്. എപ്പോഴും വിശ്വാസത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. കർത്താവ് നമ്മളെ സകലത്തിലും അത്ഭുതകരമായി മാറ്റുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ സ്തുതിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞത്, നമുക്കൊരു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെച്ചതുപോലെ നിങ്ങളുടെ സംശയങ്ങളെ ചോദിക്കുവാനുള്ള ഒരു അവസരത്തെ പിന്നിൽ ഒരുക്കുന്നുണ്ട്. ഒരു തവണ നമ്മളത് വെച്ചിരുന്നു, പിന്നീട് അത് വെക്കാൻ പറ്റിയില്ല. 1-2 തവണ നമ്മളത് വെച്ചിരുന്നു. അപ്പോൾ അത് വീണ്ടും വെക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ ഒത്തിരി ആൾക്കാർ ഈ സംശയം ചോദിക്കുന്നുണ്ട്. എനിക്ക് മറുപടി ഓരോരുത്തർക്ക് കൊടുക്കാൻ നല്ലത് ഇന്നാൾ നമ്മൾ ചെയ്തതുപോലെ ഒന്നും കൂടെ ചെയ്യാം. 2 പ്രാവശ്യം നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു വിശ്വാസത്തെയോ ഒരു മതത്തെയോ മറ്റൊരു പ്രയർ ഗ്രൂപ്പിനെയോ കുറ്റം പറയുന്നതോ അവരുടെ ഫോക്കസ് ചെയ്തൊന്നും ചോദിക്കരുത്. കാരണം നമ്മൾക്ക് ആവശ്യം ക്രിസ്തുവിലുള്ള വളർച്ചയാണ്. അതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ലൈവാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോഴല്ല, ഞാനത് അറിയിക്കുന്നതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് വിശ്വാസത്തിലെ വചനങ്ങളെ പിന്നെയും കേൾക്കാം. കർത്താവ് നമുക്ക് ഇന്ധനത്തെ നൽകുന്നല്ലോ. വിശ്വാസത്തിന്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടി നമ്മളെ ഒരുക്കുന്നതാണ്. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ്
നമ്മളെ ശക്തീകരിക്കുന്നതാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം നിങ്ങളെ ഒരുക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മുന്നോട്ട് പോട്ടെ. നമുക്ക് ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ലൂക്കോസ് ലീഹായുടെ സുവിശേഷം കേട്ടുവരുന്നു. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം നമ്മൾ പഠിക്കാൻ തുടങ്ങി, ധ്യാനിക്കുവാൻ തുടങ്ങി. കർത്താവാണ് പഠിപ്പിക്കുന്നത്, ഞാനല്ല. കർത്താവ് നിങ്ങളെ വളർത്തട്ടെ, ദൈവം നിങ്ങളെ വളർത്തും. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കും. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്: പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവന്റെ മേലുണ്ടായിരുന്നു. സ്നാപക യോഹന്നാന്റെ ജീവിതത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി ഇങ്ങനെ പറയുന്നു. കർത്താവിലുള്ള ആ വ്യക്തിയുടെ ജീവിതത്തെ പറ്റി ബൈബിൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് വചനത്തിൽ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കണം, ഈ വാക്യം മൂലം ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. യോഹന്നാൻ സ്നാപകനെ പറ്റില്ല, കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതൊക്കെ നിവൃത്തിക്ക് ശേഷം അവൻ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസ്രത്തിലേക്ക് മടങ്ങിപ്പോയി. പൈതൽ വളർന്നു, കർത്താവിനെ പറ്റി പറഞ്ഞു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു. നോക്കി, ഇവിടെ വചനം പറയുന്നു, കർത്താവ് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം കർത്താവ് ഭൂമിയിൽ ജനിച്ചത് ഒരു മനുഷ്യനെ പോലെയാണ്, അല്ലെ? മനുഷ്യനെ പോലെയാണ് കർത്താവ് ഭൂമിയിൽ ജനിച്ചത്. മനുഷ്യൻ, ബൈബിളിൽ പറയുന്നു, പാപമൊഴികെ സകലതും നമ്മളെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടു. യേശുക്രിസ്തു കടന്നുപോയ മുഴുവൻ സിറ്റുവേഷനുകളും എനിക്ക് വേണ്ടിയാണ്. ഞാൻ അവിടെയൊക്കെ ജയവാളിയായി തീരേണ്ടതിന് എനിക്ക് എവിടെയൊക്കെയാണോ ജയിക്കേണ്ടത് അവിടെയിലൂടെ എല്ലാം കർത്താവ് കടന്നുപോയി എന്നെ സാക്ഷ്യമാക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് യേശു രോഗം ശീലിച്ചവനായി. നമ്മൾ ഇന്നലെ കേട്ടു, ഒത്തിരി, നിങ്ങൾ എത്ര പേര് യൂട്യൂബിൽ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നെയും സാക്ഷ്യം കേൾക്കുന്നവരുണ്ട്, വചനവും സാക്ഷ്യം കേൾക്കുന്നവരുണ്ട്? അവർ മാത്രം ഒന്ന് പ്രതികരിച്ച്. കാരണം ദൈവം നമ്മുടെ നടയിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നലെ ഒരു സഹോദരി പറയാനിടയെ തുടർന്ന് 88 ആ ചെവി അടഞ്ഞു പോയതാണ്, കേൾവി നഷ്ടപ്പെട്ടു പോയതാണ്. ഇന്നലെ ഒരു സാക്ഷ്യം കേട്ടത് വലിയ അത്ഭുതം തന്നെയാണ്. ആ ആന്റിയുടെ ചെവി കർത്താവ് തുറന്ന് ഇപ്പം നന്നായിട്ട് ആ ചെവി കേൾക്കാൻ പറ്റി. എത്ര പേര് ഇന്നലെ ആ സാക്ഷ്യം കേട്ടായിരുന്നു? എത്ര പേര് ആ സാക്ഷ്യം കേട്ടു? ആമേൻ. കർത്താവ് ചെയ്യുന്ന വലിയ കൃപയ്ക്കായി സ്തുതി. ഞാൻ ചോദിക്കുന്നില്ല, എങ്കിലും ആ സാക്ഷ്യം പറയണം. നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ വലിയ ബലമാണ്, വലിയ ദൈവപ്രേരണയാണ്. കാരണം അത് കേൾക്കുന്ന ആൾക്കാർക്ക് ഒത്തിരി വിശ്വാസം വർദ്ധിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ ഓരോ സാക്ഷിയും സമയം നമ്മൾ കൂടുതലായിട്ട് പോലും സാക്ഷ്യം കേൾക്കാൻ സമയമെടുക്കുന്നത്. വിശ്വാസം വർദ്ധിക്കുന്നത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴാണ്. വചനവും സാക്ഷ്യവും കേൾക്കുന്ന നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. ഞാനത് കേട്ടപ്പോൾ പിന്നെയും ചിന്തിക്കും. അതായത് നോക്കി, 1988 ചെവിയുടെ കേൾവി എന്തോ സംഭവിച്ചത് പറയുന്നുണ്ട്. ഹോള് വീണ നിമിത്തം നഷ്ടപ്പെട്ടു പോയി. 88 കഴിഞ്ഞു, 98 കഴിഞ്ഞു, ഇപ്പൊ 2025. ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം യേശുവിന്റെ വചനം കേട്ട് 32 വർഷമല്ലേ സൗകര്യട്ടിട്ടുണ്ടല്ലേ? 32 വർഷം അടഞ്ഞു പോയ ചെവി യേശു തുറന്നെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിയിലും മെഡിക്കൽ സയൻസിലും അസാധ്യം. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ കൂട്ടായ്മയെ പരിശുദ്ധാത്മാവ് എത്രത്തോളം ശക്തീകരിക്കുന്നു, കർത്താവിന്റെ വചനത്തിൽ എത്രത്തോളം ശക്തിയുണ്ട്. ആമേൻ. ഞാൻ വേഗത്തിൽ വചനത്തിൽ പോവാണ്. നിങ്ങൾ സാക്ഷ്യം കേൾക്കണം, വചനം കേൾക്കണം. അത് മാത്രമല്ല, അനേകർക്ക് ഇത് അയച്ചു കൊടുക്കണം. ചിലപ്പോൾ അവര് മരിക്കാനിരിക്കുമായിരിക്കും, തകർന്നിരിക്കുമായിരിക്കും, അവർ ചിലപ്പോൾ നിങ്ങളെ കളിയാക്കിയേക്കുമായിരിക്കും. പക്ഷെ കൊടുക്കണം. കാര്യം അവരുടെ ജീവിതം മാറ്റിമറിക്കുവാൻ ഈ വചനത്തിനും സാക്ഷ്യത്തിനും കഴിയും. അവൻ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. നോക്കിയേ, ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇന്ന് കേൾക്കാൻ വേണ്ടി പോവാണ്. ദൈവകൃപ യേശുവിന്റെ മേലുണ്ടായിരുന്നു. നോക്കിയേ, ആത്മാവിൽ ബലപ്പെട്ടു. നിങ്ങൾ ഈ വാക്യം കൊണ്ട് പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. നമ്മൾ ഇന്ന് കേൾക്കാൻ പോണ ഈ ഒരൊറ്റ വാക്യമാണ്, ആത്മാവിൽ ബലപ്പെട്ടു. ഒരു വിശ്വാസി, നമ്മൾ ഈ കൂട്ടായ്മയെ ദൈവം ബിൽഡ് ചെയ്തിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിർമ്മിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, എല്ലാ കൂട്ടായ്മയും അങ്ങനെ തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ലോകത്തിൽ, നമ്മൾ പലപ്പോഴും യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്ന സമയത്ത് ഒട്ടുമുക്കാലും, എനിക്ക് നിങ്ങളെക്കാളും കൂടുതൽ, ചിലപ്പം എനിക്കറിയത്തില്ല, എൻ്റെ ഒരു ക്ലെയിം ചെയ്യുന്നതായിരിക്കും, പ്രാർത്ഥനകളും മെസ്സേജുകളും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒട്ടുമുക്കാലും വചന സന്ദേശങ്ങളിലൊക്കെയും ഈ ഭൂമിയിൽ ഒരു വിശ്വാസി എങ്ങനെ ജയാളിയായി ജീവിക്കണം എന്നുള്ള പഠിപ്പീരുകൾ വളരെ റെയറാണ്. എന്നാൽ നമുക്ക് നിത്യജീവനെ പറ്റിയും നിത്യതയിലെ ജീവിതത്തെ പറ്റിയൊക്കെ വലിയ വലിയ ക്ലാസ്സുകളുണ്ട്. നല്ലതാണ്, ഏറ്റവും അനുഗ്രഹമാണ്, അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ കുറച്ച് കാണിക്കുമല്ല. പക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഈ വെല്ലുവിളികൾ ഉണ്ടാകുന്നതും പരീക്ഷകൾ ഉണ്ടാകുന്നതും പലവിധമാകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതും ഈ ഭൂമിയിലാണ്. ഇവിടെ എങ്ങനെ വിശ്വാസത്താൽ ജീവിക്കാം,
ഇവിടെ എങ്ങനെ വിശ്വാസത്താൽ ബലപ്പെടാം, ഇവിടെ എങ്ങനെയാണ് ഒരു വിശ്വാസി ജീവിക്കണം, എങ്ങനെ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാം, ഇതിൻ്റെ അകത്ത് ദൈവഹിതം എങ്ങനെ മനസ്സിലാക്കാം. ഇത് പല ആൾക്കാർക്കും അറിയത്തില്ല. അവരുടെ പല പ്രശ്നങ്ങളിൽ അവർ കുടുങ്ങിപ്പോകുന്നുണ്ട്. അവർക്കതിനെ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല, അവർക്കതിനെ ശക്തീകരിക്കാൻ കഴിയത്തില്ല. ഇവിടെ നിങ്ങൾ നോക്കി, ക്രിസ്തുവിനെ പറ്റി പറയുന്നു, കർത്താവ് വളർന്നു. എങ്ങനെ വളർന്നത്? ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ യേശു ക്രിസ്തുവിന്റെ മേൽ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചോണം, വിശ്വാസി ആത്മാവിൽ ബലപ്പെടണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തെപ്പറ്റി നിങ്ങളോട് പറഞ്ഞു. 2012 ഞാൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക. ഞാൻ 2012 ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നുവെങ്കിലും 2008 സ്നാനപ്പെട്ടുവെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവുമായി എനിക്ക് ബന്ധമില്ലായിരുന്നു. 2012 എൻ്റെ ജീവിതത്തിൽ കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായത്. ഒരു വിശ്വാസത്തിലേക്ക് ഞാൻ, യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ഞാൻ തിരിയാൻ കാരണമായത് 2012 അപ്പൊ 2012 ദൈവശബ്ദം കേൾക്കുവാൻ കർത്താവ് ഒരു കൃപ തന്നു. ദൈവശബ്ദം കേൾക്കുവാൻ ദൈവശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ആലോചനകളെ മനസ്സിലാക്കുക. ഇപ്പം നമ്മുടെ ഇടയിൽ കർത്താവ് ചെയ്യുന്നതും കേൾപ്പിക്കുന്നതും പോലെ ഒരു കൃപ തന്നു. 2012 ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിൽ വെച്ച് പെട്ടെന്ന് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനൊരു ആരോ സംസാരിക്കുകയാണ്, ഇവിടം വിട്ട് പോകുക എന്ന് കർത്താവിൻ്റെ ഒരു ശബ്ദമുണ്ടായി. അപ്പം ഞാൻ ഓർത്തു, എനിക്കത് മനസ്സിലായില്ല. ഞാൻ അവിടുത്തെ ഉച്ചയ്ക്ക് ഊണക്കഴിഞ്ഞിട്ട് ആ ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ എൻ്റെ ഉള്ളിൽ പ്രേരണയാണ്, ഇവിടുന്ന് മാറുക, കർത്താവിൻ്റെ നാമത്തിൽ അനേകയിടങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് നിൽക്കേണ്ടതാണെന്ന് പറഞ്ഞു. എനിക്ക് അപ്പോഴും മനസ്സിലായില്ല, കാര്യം നമുക്ക് അതിനെപ്പറ്റി അർത്ഥങ്ങൾ അറിയത്തില്ലല്ലോ. പിന്നീട് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ നിയന്ത്രണം പോലും ഇല്ലാതെ ഇരുന്ന എൻ്റെ ബൈക്ക് ഞാൻ അതിൽ കയറുന്നു, ആ സ്ഥാപനത്തിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോ. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എൻ്റെ നിയന്ത്രണത്തിലല്ല വാഹനം ഓടുന്നത്. ഞാൻ എൻ്റെ ഭവനത്തിൽ പോയി. പിന്നീടുണ്ടായത് വചനത്തിലും പ്രാർത്ഥനയിലും ഒക്കെ കർത്താവിൻ്റെ നാമത്തിൽ മുന്നോട്ട് പോവുക. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ജോലി ഉപേക്ഷിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു ജോലി ഉപേക്ഷിച്ച് വേറൊരു ജോലി അന്വേഷിക്കുന്നത് കുറച്ചും കൂടെ എളുപ്പമുള്ള കാര്യമാണ്. ജോലി കിട്ടുമെന്നറിയാം. ഒരു ജോലി ഉപേക്ഷിച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ, വീടിൻ്റെ അകത്ത് പെരക്കകത്ത് കയറി ഇരിക്കുക. വേറെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല, ആരെ കാണണമെന്നറിയത്തില്ല, ബൈബിള് എങ്ങനെയാണ് ഈ വചനങ്ങൾ പ്രസംഗിക്കേണ്ടെന്നറിയത്തില്ല, എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടെന്നറിയത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഉള്ളത്തിൽ പറയുന്നു, കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് അനേകയിടങ്ങളിൽ പോകണം. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒന്ന് ചുമ്മാ എനിക്ക് 2012 ഞാൻ ഇപ്പോൾ ഒന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഹൈ റിസ്ക് എന്ന് വേണേൽ പറയാം. കാരണം വെച്ചാൽ മുന്നോട്ട് ഒത്തിരി ചോദ്യങ്ങളുണ്ട്, ഒരു വരുമാനമില്ല, പല പ്രതിസന്ധിയുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഇറങ്ങിപ്പോവുക എന്ന് പറയുന്ന ഒരൊറ്റ ശബ്ദത്തിൻ്റെ പുറത്ത് ഇറങ്ങി. പിന്നീട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഇന്നേ വരെ ഒരു കുറവും ദൈവം വരുത്തിയിട്ടില്ല. ഇന്നേ വരെ ഒരു കുറവും ദൈവം വരുത്തിയിട്ടില്ല, മുന്നോട്ടും വരുത്തത്തില്ല. അപ്പൊ അന്ന് ഒത്തിരി ചോദ്യങ്ങൾ എന്നോട് തന്നെ ചോദിച്ചു, മുന്നോട്ട് എങ്ങനെയായിരിക്കും ഭാവി. ഞാൻ വിശ്വാസ ജീവിതത്തെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാം. നാളെ മുതൽ നിങ്ങൾ എല്ലാവരും ജോലി ഇട്ടേച്ച് ഇറങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ മിനിസ്ട്രിക്ക് ഇറങ്ങാവുള്ളൂ. ചാടി പുറപ്പെടരുത്. പരിശുദ്ധാത്മാവ് പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, മിനിസ്ട്രിക്ക് ഇറങ്ങുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വിശ്വാസത്തിൽ ഇറങ്ങുന്നവരുണ്ട്, നല്ലതാണ്. പക്ഷെ ദൈവം ചിലപ്പോൾ നിങ്ങളെ ആ ജോലി സ്ഥലത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാടി പുറപ്പെടരുത്. ദൈവം ചിലപ്പോൾ നിങ്ങളെ എവിടെയെങ്കിലും നിർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾക്കൊരു തോന്നലുണ്ടാകുന്ന ഇറങ്ങരുത്. വ്യക്തമായി ഫുൾ ടൈം ഇറങ്ങുന്നവർ, നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ നിയോഗത്താൽ മാത്രമേ ഇറങ്ങാവുള്ളൂ. ആമേൻ. ഞാനിത് പറയുന്നതിൻ്റെ കാരണം എൻ്റെ ഒരു സാക്ഷ്യം പോലെ ഞാൻ പറയുവാണ്. അപ്പൊ ഈ കർത്താവിന്റെ നാമത്തിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. മുന്നോട്ട് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഏത് കാര്യത്തിൽ നമുക്ക് ഫിനാൻസ് ആവശ്യമല്ലേ? ഇവിടെ നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ, ദൈവം നിൽക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ സോഴ്സിലല്ല. നിങ്ങൾക്കൊരു വരുമാനമുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വരുമാന മാർഗമുണ്ട്, ഏതെങ്കിലുമൊക്കെ കുടുംബ സ്വത്തുണ്ട്. ദൈവം ഒരിക്കലും നിൽക്കുന്നത് നിങ്ങളുടെ കപ്പാസിറ്റിയിലല്ല, ദൈവത്തിൻ്റെ കപ്പാസിറ്റിയില്ല. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിൻ്റെ കപ്പാസിറ്റിയുമായിട്ട് കണക്റ്റഡ് ആകണം. അതിനെന്ത് ചെയ്യണം? ആത്മാവിൽ ബലപ്പെടണം. ഞാൻ യേശുവിലേക്ക് വന്നിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് വന്ന് മടങ്ങി വരാം. ഇവിടെ വചനം പറയുന്നു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. യേശു ആത്മാവിൽ ബലപ്പെടുക.
നിങ്ങൾ ഓർത്തോണം, യേശുക്രിസ്തു 30-ാം വയസ്സുവരെ അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് തച്ചന്റെ മകനായി ആശാരിപ്പണി ചെയ്യുന്ന യോസേഫ് പിതാവിന്റെ മകനായിട്ട് കർത്താവ് എന്ത് ചെയ്തു? അവിടെ പാർത്തു. ബത്ലഹേമിലും യെരൂശലേമിലും ഒക്കെ പോവായിരുന്നു, സിനഗോഗിൽ പോവായിരുന്നു, പള്ളിയിൽ പോവായിരുന്നു. ഒരു സാധാരണക്കാരനെ പോലെ തന്നെ യേശു ജീവിച്ചു. അപ്പൊ കർത്താവ് എന്തിനാണ് ഈ ആത്മാവിൽ ചെറുപ്പം മുതലേ ബലപ്പെടുക? നമുക്കൊരു കാര്യം കർത്താവ് കാണിച്ചു തരുവാണ്. ആത്മാവിൽ ബലപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവ പദ്ധതിയിൽ ശക്തിപ്പെടുക എന്ന്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ആത്മാവിൽ ബലപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതികളിൽ ശക്തിപ്പെടുക. ആത്മാവിൽ ബലപ്പെടുക എന്ന് പറഞ്ഞാൽ ബലപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ ബലപ്പെടുക. ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറയാം. ഇന്ന് നമ്മൾ കേട്ട സാക്ഷ്യം ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്. 1988 ആ സഹോദരി പറഞ്ഞ സിസ്റ്റർ പറഞ്ഞു, 88-ലെ ചെവിയിലൊരു ഹോള് വന്ന നിമിത്തം ചെവി അടഞ്ഞു പോയി, ചെവി കേട്ടില്ല, ചെവിയുടെ കംപ്ലീറ്റ് ഒരു ചെവി കേൾക്കാതെയായി പോയി. അപ്പൊ ഈ 2025 പറഞ്ഞു, യേശു എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കി, എൻ്റെ ചെവി ഇപ്പൊ കേൾക്കുന്നു എന്ന് പ്രിയ ആന്റി പറയുവാൻ ഇടയായിത്തീർന്നു. ആലോചിച്ച് നോക്കിയേ. അപ്പൊ എങ്ങനെയാണ് ഈ സൗഖ്യം നടന്നത്? 88 മുതൽ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. ട്രീറ്റ്മെന്റ് പോകാത്ത ആളല്ല, മരുന്ന് കഴിക്കാത്ത ആളല്ല, സർജറി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഫലമുണ്ടായില്ല, കേൾവി നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ട്രീറ്റ്മെന്റും ചെയ്യാതെ, ഒരു സർജറിയും ചെയ്യാതെ, ഒരു മെഡിസിനും കഴിക്കാതെ എങ്ങനെയാണ് രോഗസൗഖ്യം? ആ ചെവി തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ ആത്മാവിൽ ബലപ്പെട്ടത് കൊണ്ടാണ്. ആത്മാവിൽ ബലപ്പെടുക എന്ന് പറഞ്ഞാൽ മാനുഷിക ബുദ്ധിക്കകത്ത് നിന്നും കൺട്രോളിൽ നിന്നും പരിശുദ്ധ ആത്മാവിലെ കൺട്രോളിലേക്ക് നമ്മൾ എത്തുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ 88-ൽ ചെവി പോയി, 2005 വരെ കേൾവി ഇല്ലാത്ത ഒരാൾ, അപ്പൊ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരു ബ്രദർ ഇരുന്നുകൊണ്ട് സൂമിലോ യൂട്യൂബിലോ ഇരുന്നുകൊണ്ടായിരിക്കും നിങ്ങൾ കേട്ടിരിക്കുന്നത് അല്ലെ, അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, യേശു നിങ്ങളുടെ രോഗം വഹിച്ചു, നിങ്ങളുടെ വേദനകളെ ചുമന്നു. കർത്താവിന്റെ മുറിവ്, അതായത് യേശുവിനെ കണ്ടിട്ടില്ല, കർത്താവിന്റെ മുറിവ് കണ്ടിട്ടില്ല, കർത്താവിന്റെ ക്രൂശ് കണ്ടിട്ടില്ല, യെരുശലേമിൽ പോയിട്ടില്ല, യഹൂദയിൽ പോയിട്ടില്ല, ആരെയും അറിയത്തില്ല, യേശു എങ്ങനെ ഇരിക്കുന്ന ആളാണോ നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇങ്ങനെ യേശുവിനെ പറ്റി തുടർച്ചയായിട്ട് കേട്ട് വന്നപ്പം, കേൾക്കുക മാത്രമല്ല, യേശു നമുക്ക് വേണ്ടി ഇന്നേക്ക് 2000 വർഷം പുറകോട്ട് മുറിവേറ്റെന്നും ആ മുറിവ് ഇന്നെൻ്റെ അടഞ്ഞു പോയ ചെവിയെ തുറക്കാൻ വേണ്ടിയാണെന്നുള്ളതും തുടർച്ചയായി കേട്ടപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ? ആത്മാവിൽ ബലപ്പെട്ടു. അവിടെ ആത്മാവിൽ ബലപ്പെടുക എന്ന വാക്കിന് ഫിൽ എന്നൊരു വാക്ക് കൊടുത്തിരിക്കുന്നത്. ഫിൽ, അതിനർത്ഥം ഫിൽ ആകുക എന്ന് പറഞ്ഞാൽ നിറയുക. ബലപ്പെടുക എന്നുള്ള വാക്കിനേക്കാൾ നല്ലത് ഫിൽ ആകുക. ഫിൽ ആകുക അതിൻ്റെ അർത്ഥം എന്തോ? നമ്മുടെ നാട്ടു മലയാളത്തിൽ എന്ന് പറഞ്ഞ് നിറയ്ക്കുക എന്ന് എനിക്കറിയാം, എങ്കിലും ഒന്ന് പറഞ്ഞ് നല്ലൊരു മലയാളം പറ. പ്രത്യേകിച്ച് നിങ്ങളുടെ നാട്ടിൽ വേറെ അർത്ഥമൊന്നും ഞാൻ എന്തിനിടയ്ക്ക് ചോദിക്കുന്നത് വെച്ചാൽ പല ജില്ലയിലും ഒക്കെ പല വാക്കുകളുണ്ട്. അതൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മളെല്ലാവരും ഒരേ വാക്കാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ചില വാക്കുകളിൽ. അപ്പൊ നിറയ്ക്കുക, നിറയുക, ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പൊ തുടർച്ചയായിട്ട് ഇത് കേട്ട് ഫില്ലായി. ആത്മാവിൽ ഇത് ഞാൻ ഇനി ആ വാക്ക് ഉപയോഗിക്കുവാണ്. ബലപ്പെടുക എന്നുള്ള വാക്കിനേക്കാൾ ആത്മാവിൽ അങ്ങോട്ട് നിറഞ്ഞു, ആത്മാവിൽ അങ്ങ് ഫില്ലായി. അപ്പം ഉള്ളത്തിൽ, പരിശുദ്ധാത്മാവിൽ നമുക്ക് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളത്തിൽ എന്ത് സംഭവിക്കുന്നറിയാവോ? ഇതിങ്ങനെ കേട്ട് നിറയുക. അപ്പൊ കേട്ട് നിറഞ്ഞപ്പോൾ ഒരു ദിവസം കൈയെടുത്തങ്ങ് വെച്ചു. അപ്പൊ എന്ത് സംഭവിച്ചെന്നറിയാവോ? നിറഞ്ഞത് ഒഴുകി. എന്റെ കൂടെ പറഞ്ഞാട്ടെ, നിറഞ്ഞത് ഒഴുകിയെന്ന് പറ. ഇവിടെ വചനം പറയുന്നു യേശു ആത്മാവിൽ ബലപ്പെട്ടു. അപ്പൊ മാനുഷിക ബുദ്ധിയിലാണ് യേശു ക്രിസ്തു ബലപ്പെട്ടെങ്കിൽ നാട്ടുകാർ യേശുവിനെ പറ്റി പറയുന്നു, ഇത് നമ്മുടെ തച്ചന്റെ മകനല്ലേ, ഇത് നമ്മുടെ യാക്കോബിന്റെയും യോഹന്നാന്റെയും സഹോദരനായ മറിയത്തിന്റെയൊക്കെ മകനായ, ഇത് നമ്മുടെ ഇടയിൽ ഇന്നലെ മുതലേ ആ പള്ളിയിലൊക്കെ വന്നിരുന്ന ആ നല്ല രീതിയിൽ ജീവിച്ച ആ യേശുവല്ലേ എന്നുള്ള വാക്കാണ് മാനുഷിക ബുദ്ധിയിൽ. അവിടെ നന്നായിട്ട് മരപ്പണി ചെയ്യുന്ന, നന്നായിട്ട് ആശാരിപ്പണി ചെയ്യുന്ന യോസേഫ് പിതാവിന്റെ മകനായ യേശു എന്ന് പറഞ്ഞാൽ അടുത്ത ആശാരിയാണ്, അടുത്ത തച്ചനാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതമില്ല. നമുക്കറിയാം, പത്രോസ്ലീഹയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പത്രോസ്ലീഹയുടെ മക്കളോട് ചോദിക്കുക, നിങ്ങൾക്ക് ആരാകാൻ ആഗ്രഹം? ഉടനെ മക്കള് പറയുമായിരിക്കും, ആ കാലത്ത് എനിക്ക് അപ്പനെ പോലെ തന്നെ വലിയ സ്രാവിനെ പിടിക്കുന്നവനാകണം, എനിക്ക് അപ്പനെ പോലെ തന്നെ മീൻ പിടുത്തക്കാരനാകണം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില പിള്ളേർ പറഞ്ഞ ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, ആയിക്കോട്ടെ.
എന്നാലും അവരുടെ ഉള്ളത്തിന്റെ ഉള്ളിൽ ഒരു പരിമിതിയുണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മുടെ മാനുഷിക ബുദ്ധികൾ നമ്മളെ പലപ്പോഴും ലിമിറ്റ് ചെയ്യുന്നു. ഈ ലിമിറ്റേഷനെ പൊളിക്കുന്നതാണ് ആത്മാവിൽ ബലപ്പെടുന്നത്. നിങ്ങൾ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പം വെറുതെ വന്നു ബ്രദർ വചനം പറയുന്നു, കിടന്നുകൊണ്ട് ആരും വചനം കേൾക്കരുത്, ചാടി എണീറ്റ് കിടക്കയിൽ പുതപ്പൊക്കെ വിരിച്ച് ആരെങ്കിലും ഈ രാത്രിയിൽ, എനിക്കറിയാം 11 മണി ആകാറായി, സൂം മീറ്റിംഗ് ആണ്, ചാടി ഒന്ന് എണീറ്റ് എന്തായാലും നമ്മൾ ഇരിക്കും ഒരു അരമണിക്കൂർ ഒന്ന് നിന്നോണ്ടോ നടന്നോണ്ടോ ഉറക്കമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കേട്ടേ. ബൈബിൾ പറയുന്നു ആത്മാവിൽ ബലപ്പെടും. യേശു തൻ്റെ ഉള്ളത്തിലോട്ട് കയറ്റുന്നത് എന്നാണെന്നറിയാവോ? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ലോകത്തിൻ്റെ രക്ഷകനാണ്. അനേകരെ വിടുവിക്കേണ്ടതിന്, അനേകരെ നിത്യ നരകത്തിൽ നിന്നും രക്ഷിക്കേണ്ട രക്ഷകനാണ് ഞാൻ. അല്ലാതെ ഞാൻ ഈ ലോകത്തിലെ പ്രകാരം തച്ചൻ്റെ മകനല്ല, യാക്കോബിൻ്റെ യോഹന്നാൻ്റെ സഹോദരനായ യേശുവല്ല, ഈ നാട്ടിൽ യഹൂദിയിൽ വളർന്നു മരിക്കേണ്ട ആളല്ല, ഞാനിവിടെ മരം വെട്ടി നടക്കേണ്ട ആളല്ല, ഞാനിവിടെ മേശ പണിയേണ്ട ആളല്ല, ഞാനിവിടെ കട്ടിൽ പണിയേണ്ട ആളല്ല, ലോകത്തെ വിടുവിക്കേണ്ടവൻ. ഇതാണ് ആത്മാവിൽ ബലപ്പെടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങുമ്പോൾ 2012 എൻ്റെ ഉള്ളത്തിൽ രാവിലെ മുതൽ, പക്ഷേ ഞാൻ വെറുതെ ഇരുന്നില്ല, ദൈവം തന്ന കൃപയാണ് കേട്ടോ, ഞാൻ വെറുതെ ഇരുന്നില്ല. കർത്താവിൻ്റെ നാമത്തിൽ അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ലഭിച്ച അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവകൃപയാൽ എന്നാൽ കഴിയുന്ന രീതിയിൽ, എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ പ്രാപ്തിയിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആഗ്രഹിച്ചു. വെറുതെ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. നിങ്ങൾക്കറിയാം, എന്നെ ആദ്യം മുതലേ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും, എന്നെ ആദ്യം മുതലേ നമ്മളോട് പ്രാർത്ഥനയ്ക്ക് കൂടിയവരുണ്ട്. ഞാൻ എല്ലാ സ്ഥലത്തും വന്ന് 4 കസേര കിട്ടിയാൽ അപ്പം തന്നെ ഹോൾ എടുത്തുകൊണ്ട് എവിടെയെങ്കിലും ഒക്കെ ഒരു പ്രാർത്ഥന വെക്കാൻ ആഗ്രഹിക്കും. ഇനി ആരുടെയെങ്കിലും ഒരു മുറ്റം കിട്ടിയാൽ ആ മുറ്റത്തൊരു 4 കസേര പെറുക്കിയിട്ടുകൊണ്ട് ഒരു റീചാർജ് ചെയ്തൊരു ബോക്സ് ഉണ്ടായിരുന്നു, അതും വെച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞ് വലിയൊരു പദ്ധതി ദൈവം ഇട്ടിരിക്കുന്ന മനസ്സിലായി. അന്ന് മുതൽ വിളിച്ചു പറഞ്ഞു, ലോകത്തിൻ്റെ അറ്റത്തോളം പോയി കർത്താവിൻ്റെ സാക്ഷിയാകും. ഒന്നാലോചിച്ച് നോക്കിയേ, മനുഷ്യന്റെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ എന്നോട് എത്ര പേര് വെച്ചു എങ്ങനെ ജീവിക്കും? ഞാൻ നാളെ മുതൽ നിങ്ങൾ പിരിച്ചെനിക്ക് തരാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. പലരും ചിന്തിക്കുന്നത് ബ്രദർ എന്താ പിരിവിന് വേണ്ടി അല്ല. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ മാനുഷിക ബുദ്ധിയിൽ ഓടുന്നതല്ല, ആത്മാവിൽ ബലപ്പെടുന്നതാ. ആത്മാവിൽ ബലപ്പെടുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടുന്ന പരിപാടിയല്ല. നീ വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്റെ പിന്തുടരുമെന്ന് ബൈബിൾ പറയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ, അപ്പം ഞാൻ ചിന്തിച്ച കർത്താവ്, എൻ്റെ തീരുമാനം, കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയിട്ട് എനിക്ക് ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ല, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ മുമ്പിൽ ഇപ്പം തല കുനിക്കുവാൻ ദൈവം എന്നെ സമ്മതിക്കത്തില്ല എന്ന് ഞാൻ തന്നെ വിശ്വസിക്കാൻ തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ തന്നെ, എന്നെ സഹായിക്കണം, ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുവാണ്, എനിക്ക് നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പോവാൻ ഞാൻ തയ്യാറില്ല. ഞാൻ സ്വർഗത്തിൻ്റെ ധനം എനിക്ക് വേണം, മിറക്കിൾ മണി. ഞാൻ അന്ന് മുതലാണ് ദൈവരാജ്യത്തിൻ്റെ സമ്പത്തിനെ വിശ്വസിക്കാൻ തുടങ്ങിയത്. മനുഷ്യന്റെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ പെട്രോൾ അടിക്കാൻ പോലും കാശില്ല, പക്ഷെ ദൈവത്തിൻ്റെ കപ്പാസിറ്റി നോക്കിയാൽ രാജ്യങ്ങളിൽ പോയി കർത്താവിൻ്റെ ഫ്ലൈറ്റുകളിൽ കയറി കർത്താവിൻ്റെ സാക്ഷിയാകും. ഞാൻ എന്തിനാ ഇത് പറയുന്നറിയോ? ഞാൻ നിങ്ങളുടെ ഉള്ളിലോട്ട് തരുവാണ്, നിങ്ങൾ മാനുഷിക ബുദ്ധിയിൽ നിന്നും പുറത്തു വരണം, മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നും പുറത്തു വരണം. അപ്പൊ നിങ്ങൾ നോക്കി, ആത്മാവിൽ ബലപ്പെട്ട മറ്റൊരാളെ നമുക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ പെട്ടെന്ന് ഓടുവാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ശമൂവേലിന്റെ പുസ്തകം 1 ശമൂവേൽ നോക്കി, 1 ശമൂവേൽ അതിന്റെ 17-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ദാവീദ് രാജാവിനെ പറ്റി പറയണം. അപ്പോൾ ദാവീദ് തൻ്റെ അടുക്കൽ നിൽക്കുന്ന ഈ ഫെലിസ്തീനെ കൊന്ന് ഇസ്രായേലിനെ നിന്ന നീക്കിക്കളയും എന്ന് ഞാൻ എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനയെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്തൻ ആരെന്ന് പറഞ്ഞു. അതിന് ജനം അവനെ കൊല്ലുന്നവന് ഇന്നിതൊക്കെയും കൊടുക്കുമെന്ന് അവനോട് പറഞ്ഞു. അവരോടുള്ള അവന്റെ സംസാരിക്കുന്നതും അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ടു. ദാവീദിനോട് കോപിച്ചു, നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ കുറെ ആടുള്ളതിനെ നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നെകളവും എനിക്കറിയാം, പട കാണാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വാക്കറിയാം അല്ലേ? എനിക്കിഷ്ടമുള്ളൊരു വ്യക്തിയാണ് ദാവീദ് രാജാവ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാത്മ മനുഷ്യനാണ് ദാവീദ് രാജാവ്, ചില്ലറക്കാരനല്ല. നമ്മൾ പലപ്പോഴും ദാവീദിന്റെ വീഴ്ചയെപ്പറ്റി പലരും പറയാറുണ്ട്, പല ബലഹീനതകളെയും പറ്റി പറയാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈസ് എ സ്ട്രോങ് മാൻ, സ്പിരിച്വലി അസാധാരണമായ ബലശാലിയാണ് ദാവീദ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളെപ്പോലെ തന്നെ ഏലിയാവോ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, നമ്മളെപ്പോലെ തന്നെ ബലഹീനത എല്ലാവർക്കും ഉണ്ടെന്നേ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഹി വാസ് എ സ്ട്രോങ് മാൻ. ഇദ്ദേഹം ഒരു ശക്തനായ മനുഷ്യനാണ്. നിങ്ങൾ നോക്കി, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി.
ദാവീദ് വന്നിട്ട്, നിങ്ങൾക്ക് സാഹചര്യം അറിയാം, ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. അവിടെ ഫെലിസ്തീൻ എന്ന് പറയുന്ന ഒരു അനാഖ്യ മല്ലൻ, നാട്ടുഭാഷയിൽ പറഞ്ഞ ഒരു രാക്ഷസൻ, ഒരു 20 അടി 30 അടി പൊക്കമുള്ള ഒരു അമാനുഷികനായ മനുഷ്യൻ വന്നിട്ട് ഇസ്രായേൽ ജനത്തിന്റെ മുമ്പേ വെല്ലുവിളിക്കുക. വലിയൊരു സൈന്യം നിൽക്കുന്നു അവിടെ. ശൗലിന്റെ രാജാവായി നിൽക്കുന്ന ശൗലിന്റെ കൂടെ സൈന്യവും എല്ലാം കൂടെ നിൽക്കുന്ന സമയത്ത് ഇവർക്കൊന്നും മുന്നോട്ട് പോകാൻ പേടിയാ. കാര്യം ഇവൻ അനാഖ്യമല്ല. നിങ്ങളിപ്പോൾ ഉദാഹരണം പറയാം, 5 അടി പൊക്കമുള്ള നിങ്ങളുടെ അടുക്കിലേക്ക് ഒരു 30 അടി പൊക്കമുള്ള ഒരു അജാന ബാഹുവായ മനുഷ്യൻ വന്നിട്ട് നിങ്ങളെ തല്ലാൻ വന്നാൽ തിരിച്ച് തല്ലാൻ പോവോ ഓടാൻ പോവോ? നിങ്ങൾ പറയാം, ഏത് ചെയ്യും നിങ്ങൾ? തല്ലാൻ നിൽക്കുവോ ഓടാൻ നിൽക്കുവോ? നിങ്ങൾ ഓടും. നിങ്ങൾക്കറിയാം പൊടി പോലും കിട്ടത്തില്ല, പൊടി പോലും നമുക്ക് കിട്ടത്തില്ല. കാര്യം നിങ്ങൾക്ക് 5 അടി പൊക്കയുള്ളൂ, എതിരെ നിൽക്കുന്ന 30 അടി പൊക്കവും വലിയ അജാന ബാഹുവായ രാക്ഷസനാ. നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഓടുക അല്ലാതെ വഴിയില്ല. ഇത് തന്നെയാണ് അവിടെ ഇസ്രായേൽ സൈന്യം മൊത്തവും രാജാവ് ഉൾപ്പെടെ വിറച്ചു നിൽക്കുകയാണ് ഈ ഒരു സൈന്യത്തിന്റെ മുമ്പിൽ. ഗോലിയാത്ത് എന്ന് പറയുന്ന വലിയൊരു അനാഖ്യ മല്ലൻ അവിടെ നിൽക്കുക. അപ്പൊ ഇതിന്റെ ഇടയിൽ 5 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, നമുക്കറിയാം ദാവീദിനെ പറ്റി പറഞ്ഞു, അവന്റെ സഹോദരന്മാര് വലിയ വലിയ ശ്രേഷ്ഠന്മാരായിരുന്നു. കൊട്ടാരത്തിലെ പടനായകനെ പ്രത്യേകിച്ച് രാജാവാകാൻ വരെ കൊള്ളിച്ചുള്ള ശമൂവേല് അഭിഷേക തൈലവുമായിട്ട് വരുമ്പോൾ ശമൂവേലിന്റെ അകത്ത് പോലും ദാവീദിന്റെ ചേട്ടന്മാരെ കണ്ടപ്പോൾ അല്ലാതെ കൊതി വന്നു പോയി. ദൈവമേ, ഇവൻ രാജാവായാൽ മതിയായിരുന്നു എന്ന് കൊതിക്കുന്ന രീതിയിലെ അജാന ബാഹുക്കളായിട്ടുള്ള സഹോദരന്മാരായിരുന്നു ദാവീദിൻ്റെത്. പക്ഷെ ദാവീദിനെ പറ്റി പറയുന്നത് അത്ര വലിയ അജാന ബാഹുവൊന്നും ആയിരുന്നില്ല, ഒരു സാധാരണക്കാരനായിരുന്നു. അപ്പൊ ഈ സാധാരണക്കാരനായ മനുഷ്യൻ വന്നിട്ട് അവിടെ നാട്ടുകാരോട് പറയുകയാണ്, ഈ ഫെലിസ്തീനെ ഈ രാക്ഷസനെ കൊന്നു കഴിഞ്ഞാൽ എന്ത് രാജാവ് തരും എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അവിടെ തിരക്കുക. ഇതിങ്ങനെ പറഞ്ഞ് ആരോ വന്നിട്ട് പറഞ്ഞത്, ആ ദാവീദ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അവരുടെ സഹോദരന്മാർ ഏലിയാബിന്റെ ഒക്കെ സഹോദരനായ ആ ദാവീദ് അവിടെ നിന്നുകൊണ്ട് പറയുക, ഈ വലിയ രാജാവിന് പോലും കൊല്ലാൻ പറ്റാത്ത, പടനായകന്മാർക്ക് കൊല്ലാൻ പറ്റാത്ത, സൈന്യത്തിന് തോൽപ്പിക്കാൻ പറ്റാത്ത ഇവനെ നശിപ്പിച്ചാൽ എന്തു കിട്ടുമെന്ന് അവിടെ ദാവീദ് ഇരുന്നുകൊണ്ട് വിടുവായിത്തരം പറയുവാന്ന് ആരോ വന്ന് പറഞ്ഞു. ഉടനെ ചേട്ടൻ ഓടി വന്നിട്ട് പറയുവാണേ, അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ചേട്ടൻ ഏലിയാവ് കേട്ടിട്ട് ദാവീദിനോട് കോപിച്ചു, നീ ഇവിടെ എന്തിനു വന്നു? നിന്റെ ജോലി എന്തുവാ? മരുഭൂമിയിൽ കുറെ ആടുള്ളതിനെ ആരുടെ പക്കൽ വിട്ടേച്ചു പോകുന്നു. നിന്റെ അഹങ്കാരവും നെകളവും എനിക്കറിയാം. നോക്കിയേ, അപ്പൊ ദാവീദിനോട് തന്റെ ചേട്ടൻ പറയണം, നിന്റെ അഹങ്കാരം എന്തുവാ? നീ എന്തോ അഹങ്കാരിയാ? രാജാവിന് തോൽപ്പിക്കാൻ കഴിയാത്തത് നിനക്ക് തോൽപ്പിക്കാൻ പറ്റുമോ? രാജാവിന്റെ പട്ടാളത്തിന് തോൽപ്പിക്കാൻ പറ്റാത്തത് നിനക്ക് തോൽപ്പിക്കാൻ പറ്റുമോ? നീ അഹങ്കാരം പറയുവല്ലേ എന്ന് അവിടെ സ്വന്തം ചേട്ടൻ പറയുന്നു. ഞാൻ ഇതാ പറയുന്നത്, ആത്മാവിൽ ബലപ്പെട്ടവന് വെല്ലുവിളികളെ ജയിക്കുവാൻ പറ്റും. ആത്മാവിൽ ശക്തിപ്പെട്ടവന് പ്രതിസന്ധികളെ പരാജയപ്പെടുത്തുവാൻ കഴിയും. നോക്കിക്കേ, ഞാൻ ആ വാക്യത്തിലേക്ക് ഒന്ന് വരപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആത്മാവിൽ ബലപ്പെടുന്നത്. അതിന് ദാവീദ്, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അവനെ വിട്ടുമാറി മറ്റൊരിടത്തേക്ക് അവനെ തന്നെ ചോദിച്ച ജനം മുമ്പിലത്തെ പോലെ തന്നെ ഉത്തരം പറഞ്ഞു. ദാവീദ് പറഞ്ഞ വാക്ക് പരസ്യമായപ്പോൾ ശൗലിന് അറിവ് കിട്ടി. അവനെ വിളിച്ചു വരുത്തി. ദാവീദ് ശൗലിനോട്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന് ഈ ഫെലിസ്തീനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. ശൗല് ദാവീദിനോട്, ഫെലിസ്തീനോട് ചെന്ന് അംഗം പൊരുതി, നിനക്ക് പ്രാപ്തിയില്ല. നോക്കിയ, നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവത്രേ. നോക്കിയേ, ഇവിടെ അതിൽ ശ്രദ്ധിച്ചോണേ, നിനക്ക് അവനോട് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല. എന്റെ കൂടെ പറഞ്ഞാട്ടെ, എന്റെ പ്രാപ്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാന്ന് പറ. ഇവിടെയാണ് നിങ്ങൾ കേൾക്കേണ്ട ഏറ്റവും വലിയ മർമ്മം. ലൂക്കോസിൽ പറയുന്നു, ആത്മാവിൽ ബലപ്പെട്ടു. ശ്രദ്ധിച്ച്, ആത്മാവിൽ ബലപ്പെട്ടു. ദാവീദിനോട് രാജാവ് പറയുകയാണ്, നിനക്ക് അതിനുള്ള പ്രാപ്തി ഇല്ല എന്ന് പറയുമ്പോൾ ദാവീദ് പറയുന്നത്, എനിക്ക് പ്രാപ്തിയുണ്ട്. അപ്പൊ പെട്ടെന്ന് രാജാവ് നോക്കുക, കാര്യം ഇവന് മസിലില്ല, ഗോലിയാത്തിന് മസിലുണ്ട്. അവൻ ചെറുപ്പം മുതലേ ഇവൻ പ്രാക്ടീസ് ചെയ്ത് എങ്ങനെ യുദ്ധം ജയിക്കണം, എങ്ങനെ പരാജയപ്പെടുത്തണം, നമ്മുടെ ഒരു നാട്ടുഭാഷയിൽ പറഞ്ഞ നല്ല ഒന്നാന്തരം മിലിറ്ററി ട്രെയിനിങ് കിട്ടിയ ആളാ.
പോരാത്തതിന് അനാക്യ മല്ലനാണ്, വലിയ വലിപ്പമുള്ള മനുഷ്യനാണ്. പോരാത്തതിന് ഇവന് വാൾ ഉപയോഗിക്കാൻ അറിയാം, ഇവന് ശത്രുവിനെ തകർക്കാൻ അറിയാം. അവൻ ചെറുപ്പം മുതലേ അവൻ ശക്തിപ്പെട്ടവനാ. പക്ഷെ ദാവീദ് പറയുന്നത് ഞാൻ ആത്മാവിൽ ബലപ്പെട്ടവനാ. ഞാൻ ചോദിച്ചോട്ടെ, ആടിനെ കറക്കുന്നവനാണോ ശക്തി, അതോ യുദ്ധ സേവ ചെയ്യുന്നവനാണോ ശക്തി? ഒന്ന് പറ. സേവ ചെയ്യുന്നു. സേവ ചെയ്യുന്നവനും. നമ്മുടെ നാട്ടിൽ തന്നെ അറിയല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ പശുവിനെ കറക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ പശുവിനെ കറക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും മിലിറ്ററി ക്യാമ്പിൽ നിന്ന് വരുന്ന ഒന്നാം തരം പട്ടാളക്കാരും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം അല്ലേ? എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പശുവിന് തീറ്റ കൊടുത്തിട്ട് അതിനെ കറന്നെടുക്കുന്നയാളുടെ മസിൽ പവറും, എല്ലാ ദിവസവും രാവിലെ എണീറ്റ് വൈകുന്നേരം വരെ വ്യായാമം ചെയ്ത് മഞ്ഞിൻ്റെ അകത്ത് നിൽക്കുന്ന മിലിറ്ററിക്കാരനും തമ്മിലുള്ള വലിയ വ്യത്യാസമാണ്, സ്ട്രെങ്ത് വ്യത്യാസമുണ്ട്. ഇത് തന്നെയാണ് അവിടെ ശൗല് പറയുന്നത്, അവൻ ചെറുപ്പം മുതലേ വെൽ ട്രെയിൻഡ് ആണ്, അവന് ശത്രുവിനെ തകർക്കാൻ അറിയാം. നീയോ കാട്ടിൽ പോയിരുന്നുകൊണ്ട് ആടിനെയും പശുവിനെയും കറന്നും അതിന് തീറ്റ കൊടുത്തും അവിടെ ഇരുന്നുകൊണ്ട് കിന്നരം വായിക്കുന്ന നിനക്ക് എങ്ങനെ അവനെ ജയിക്കാൻ പറ്റുന്നത്? ദാവീദ് പറയും ഞാൻ ആത്മാവിൽ ശക്തനാണ്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുവാണ്, ആത്മാവിൽ ശക്തനാണ്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ വാക്യമുണ്ട്, അവർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്, ദർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. അവർ ആത്മാവിൽ നിറഞ്ഞു. ദാവീദ് കാട്ടിരുന്ന് കിന്നരം വായിക്കുക, പുഷപ്പ് അടിക്കാറില്ല, അവൻ ജിമ്മിൽ പോകാറില്ല, അവൻ മറ്റൊന്നും ചെയ്യാറില്ല, കായിക അഭ്യാസം ചെയ്യാറില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതികളെ വിളിച്ചു പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ രാജകീയ അഭിഷേകം ലഭിച്ചവനാണ്, ഞാൻ രാജാവാകേണ്ടവനാണ്. ഈ ഒരു ദൈവപ്രവൃത്തി അഭിഷേകം, ഞാൻ രാജാവാകുന്നുള്ള പദ്ധതിയിലേക്കല്ല ഞാൻ പറയുന്നത്. അവൻ അറിയാം തൻ്റെ മേലെ ഒരു അഭിഷേകം ഉണ്ടെന്ന്. ഞാൻ പണ്ടിത് പറഞ്ഞ സമയത്ത് ആരോ പറയുന്നത് കേട്ടു, രാജകീയ അഭിഷേകം വരുന്നതിന് മുമ്പൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്നൊക്കെ. ഓക്കെ, എന്തു ആയിക്കോട്ടെ, എങ്കിലും അഭിഷേകമുണ്ട്. തനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ദൈവം എന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ട്, ദൈവത്തിൻ്റെ വലിയ ശക്തി എൻ്റെ മേലുണ്ട്. ഇതിലാണ് നിങ്ങൾ പേറി പിടിക്കേണ്ടത്. നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുകയെന്ന് വിചാരിച്ചു, ഇനി പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നമുക്കൊന്ന് വരാം. ഒരു പ്രതിസന്ധി വരുമ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു പ്രതികൂലത്തിൻ്റെ അകത്തൂടെ കടന്നു പോകുമ്പം നമ്മൾ സാധാരണ ചെയ്യുന്നത് മുറി അടയ്ക്കുന്നു, ഒരു ടവൽ എടുക്കുന്നു, അവിടെ ഇരിക്കുന്നു, ബൈബിൾ എടുക്കുന്നു, പാവിരിക്കുന്നു, ഒറ്റ കാർച്ച അവിടെ ഇരുന്നുകൊണ്ട് ദൈവസന്നിധി കരയുക, കർത്താവേ ഞാൻ സങ്കടപ്പെട്ടു. ശരിയാ, അത് നമ്മുടെ ജഡത്തിന്റെ ബലഹീനത കേട്ടോ, നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുമല്ല. അങ്ങനെ കരയുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഴപ്പമല്ല, നമ്മുടെ ശരീരം അവിടെ വർക്ക് ചെയ്യുന്നു. ഇനി കുറച്ചു നേരം കരഞ്ഞതിന് ശേഷം, കരയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കരച്ചിൽ വന്നാൽ കരഞ്ഞോണം, ചിരിക്കാൻ വന്നാൽ ചിരിച്ചോണം, കരച്ചിലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇനി എന്ത് ചെയ്യണം, ആത്മാവിലൊന്ന് നിറയ്ക്കണം, ആത്മാവിലെ ഒന്ന് ഫില്ല് ചെയ്യണം. ഒരു നിമിഷം കണ്ണടച്ചിട്ട് ആ കുടുംബത്തെപ്പറ്റി, തലമുറയെപ്പറ്റി, നിങ്ങളെപ്പറ്റി ബൈബിളുമായിട്ട് കണക്റ്റഡ് ആക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ ഈ രാജ്യത്തിരിക്കുമ്പോൾ ദൈവം എന്നെ ഈ രാജ്യത്തോട്ട്, കർത്താവിനോട് 2019 ഈ രാജ്യത്തോട്ട് വരുവാൻ വേണ്ടിയുള്ള നിയോഗം തരും. അപ്പോൾ 2019 വരെ ഞാൻ ഫുൾ ടൈം മിനിസ്റ്റർ ചെയ്യുന്ന ഒരാളായിരുന്നു. 2012 മുതൽ 2019 20 കാലം വരെ ഫുൾ ടൈം മിനിസ്റ്റർ. എൻ്റെ അടുത്ത് 24 മണിക്കൂറും, ഇന്നും അങ്ങനെ തന്നെ ഉണ്ട്, എനിക്കൊരു വ്യത്യാസമൊന്നുമില്ല, ഫുൾ ടൈം മിനിസ്റ്ററാണ്. 2020 കർത്താവ് സംസാരിച്ചു, ജോലിയോട് ബന്ധപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരോടും ഈ രാജ്യത്തോട്ട്, അപ്പോൾ ഈ രാജ്യത്ത് വരണമെങ്കിൽ ഒരു നിയമം വേണം, ഇങ്ങോട്ട് വരുവാൻ കർത്താവ് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ജോലി പാർട്ട് ടൈമും മിനിസ്ട്രി എനിക്ക് ഫുൾ ടൈമാണ്. അന്ന് വന്ന് ഞാൻ കർത്താവിൻ്റെ ഫുൾ ടൈം വേലക്കാരനാണ്. നാളെ കർത്താവ് പറയുകയാണ്, ഇതെല്ലാം മാറ്റി വെച്ചോട്ട് അടുത്ത ഏരിയയിലോട്ട് പൊക്കോളാൻ പറഞ്ഞ് റെഡി ആയിട്ട് നിൽക്കുകയാണ്. എൻ്റെ കഴിവല്ല, അവിടെ പോയാലും കർത്താവ് നടത്തണം, ദൈവം നടത്തിയില്ല എങ്ങും പോയിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഭാര്യയുണ്ട്, കൊച്ചുണ്ട്, ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകണം. ഇന്ന് നിങ്ങൾ ചിന്തിക്കും കുഴപ്പമില്ല ബ്രദർ, അവിടെ കിടക്കുന്നു ഇവിടെ കിടക്കുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ അന്ന് ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയിട്ട് കർത്താവിൽ ഞാൻ എല്ലാം വിട്ടച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങിയോടെ എന്നെ നിങ്ങൾ രക്ഷിക്കണം, എന്നെ സഹായിക്കണം, ഞാൻ അന്നും വിശ്വസിച്ചു കർത്താവ് എന്നെ നടത്തും. ഇതെങ്ങനെയാണ് പറയുവാൻ കഴിഞ്ഞത്? എൻ്റെ മിടുക്ക് കൊണ്ടാണെങ്കിൽ കരയാനല്ലാതെ വേറെ ഒന്നും പറ്റത്തില്ല കേട്ടോ. എൻ്റെ മിടുക്ക് നോക്കിയാൽ അവിടെ ഇരുന്നുകൊണ്ട് പരാതി പറയും, വരണ്ടായിരുന്നു, ഇതിലും ഭേദം അവിടെ ജോലി ചെയ്താൽ മതിയായിരുന്നു, എൻ്റെ മിടുക്ക് നോക്കിയാൽ. പക്ഷെ അവിടെ ഞാൻ മിടുക്കല്ല, വാക്തത്വങ്ങളെ തിരിച്ചറിഞ്ഞു. എൻ്റെ ആത്മാവിൽ ഞാൻ നിറച്ചു. ഞാൻ നിറയുക എന്നുള്ള വാക്കൊന്ന് മാറ്റിയിട്ട് നിറയ്ക്കുക എന്ന വാക്കിലോട്ട് പോവാണ്. ആത്മാവിൽ നിറയ്ക്കുക, ആത്മാവിൽ നിറയ്ക്കുക. ഞാൻ ആത്മാവിനെ നിങ്ങൾ നിറയ്ക്കുക, ആത്മാവിൽ നിറയ്ക്കുക, 2-3 വാക്ക് ഞാൻ ഉപയോഗിക്കുവാണ്.
ഞാൻ അതൊന്ന് പെട്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ആശയം ഒന്ന് നിങ്ങളിലേക്ക് കൊണ്ടുവരുവാണ്. നമ്മൾ ഫില്ല് ചെയ്യുക എന്നൊരു പദമാണ് നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ വേണ്ടി നോക്കുന്നത്. ഫില്ല് ചെയ്യാൻ നിങ്ങൾ സഹായിക്കും. ഇപ്പം നിങ്ങൾ ഈ രാത്രിയിൽ മെനക്കെട്ട് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഉള്ള സമയം മാറ്റിവെച്ച് ഭജനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും വന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ ഫില്ല് ചെയ്യുക. ഊണം ഞാൻ പറഞ്ഞു തരാം. നാളെ ഒരു വിഷയം വരുമ്പോൾ, ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ വന്നു, ഉടനെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നറിയാവോ? നിങ്ങൾ എല്ലാ ദിവസവും കേൾക്കുന്ന ഈ വചനം അവിടെ ഓവർഫ്ലോ ചെയ്യും. നിങ്ങൾ പോലും അറിയാതെ വാഗൊണ്ട്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ പ്രാർത്ഥനയിൽ വന്നിട്ട് പണ്ടൊരു പ്രശ്നം വരുമ്പോൾ നിന്നങ്ങ് കരയുമായിരുന്നു, അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ പ്രശ്നം പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ 2 വചനമൊക്കെ വിളിച്ചു പറഞ്ഞു ഒരു ബലം കിട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഉണ്ട് ഇതിന്റെ അകത്ത് വന്നതിന് ശേഷം വചനം എടുത്ത് ഇത്രയും പറയും ബലം ബ്രദർ. കിട്ടിയത്. വചനം ചൊല്ലി പ്രാർത്ഥിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടോ? ഉണ്ട്. സാക്ഷ്യം ദൈവം ഒരു കണ്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താ സംഭവിച്ചെന്നറിയാവോ? നിങ്ങൾ ആത്മാവിൽ നിറച്ചത് നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ പ്രയോജനപ്പെട്ടതാ. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പൊ ആത്മാവിൽ എത്രത്തോളം നിറയ്ക്കുമോ അത്രത്തോളം ലോകത്തിലെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയും. പക്ഷെ പലർക്കും സംഭവിക്കുന്നത്, പ്രാർത്ഥന നമുക്ക് ആഴ്ചയിൽ 1, ഞായറാഴ്ച കൂട്ടായ്മ. നമ്മൾ ഈ ദിവസങ്ങളിൽ ഞാൻ പറയല്ലോ, ഈ മാസം ഈ ഫെബ്രുവരി, ഈ മാസം മാർച്ച് അല്ലേ, മാർച്ച് മാസം, ഒരു നിമിഷം ഡേറ്റ് ഒന്ന് നോക്കിക്കോട്ടെ. മാർച്ച് മാസം ഈ അവസാന ഡേറ്റില് നമുക്കിവിടെ UK ഒരു പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ട്. 29-ാം തീയതിയാണ് ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ UK ഈസ്റ്റ് ബോർഡിൽ വെച്ചാണ് ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇടദിവസമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും UK കൂടാനുള്ളവർ, എനിക്കറിയാം ഡ്യൂട്ടിയാണ്, വരാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, കാലാവസ്ഥകൾ വ്യത്യാസമുണ്ട്. 100 ട്രെയിൻ മാറി കയറി വരേണ്ടി വരും. എനിക്കറിയാം സ്ട്രഗിളുകളുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ആഗ്രഹിക്കുന്നവർ കയറിങ്ങി വാ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ നാമത്തിൽ കൂടാം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സിനോടും എനിക്കറിയാവുന്നവർക്ക് ഞാൻ പറയും, നിങ്ങൾ കഴിവെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂട്ടായ്മയെ കയറുക. കാരണം വെച്ചാൽ ഈ ഞാനെന്ന വ്യക്തി ഇതിൻ്റെ അകത്ത് നിയന്ത്രിക്കുന്ന മാത്രമേ ഉള്ളൂ. അതായത് ദൈവം എന്നെ നിങ്ങൾക്കൊരു മതിയേൽ ഒരു ലീഡറായിട്ട് ദൈവം ആക്കി വെച്ചിരിക്കുന്നുള്ളൂ. ഞാനെന്ന വ്യക്തിയെ നിങ്ങൾ നോക്കണ്ട. പക്ഷേ എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മമുണ്ട്. ഏത് സമയത്താണ് ഒരു ആലോചന വരുന്നതെന്നും എപ്പോഴാണ് കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതെന്നും എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കോ എനിക്കോ പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. എന്നെ പലരും പറഞ്ഞിട്ടുണ്ട് വെറുതെ സൂമിക്കരുത്. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളെ കർത്താവ് ഇടപെട്ടു. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂട്ടായ്മ എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ കാര്യത്തിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷനൊക്കെ ഇട്ടേക്കാം. വരും ദിവസങ്ങളിൽ അതിൻ്റെ നമ്മൾക്കൊരു ഹോള് അവിടെ ഉള്ളതുകൊണ്ട് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. 1-2 പേര് പറഞ്ഞിട്ടുണ്ട്. എത്ര പേരെന്നുള്ള കണക്കല്ല ഞാൻ ചോദിക്കുന്നത്. ആഗ്രഹമുള്ള ദൈവഹിതമുള്ളതെല്ലാം പോരും, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കർത്താവിൻ്റെ ഹിതമുള്ളവർക്കെല്ലാം അവിടെ പ്രവേശിക്കുന്നത് ഉള്ളത്തിൽ തോന്നുന്നുണ്ട്. അല്ലേ വേണ്ട, പോയിട്ടും വലിയ കാര്യം, ബ്രദറിനെ എന്നാ കാണാൻ, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, ഓക്കെ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങൾ തോന്നുന്നെങ്കിൽ സന്തോഷം. ചിലപ്പോൾ നിങ്ങൾക്ക് അത് വരാനുള്ള പ്ലാൻ ദൈവത്തിനില്ലായിരിക്കും. അല്ലെങ്കിൽ ഞാൻ സൂമിൽ കയറുന്നുണ്ടല്ലോ, എനിക്ക് അവിടെ പോയിട്ടും വലിയ കാര്യമൊന്നും ഇല്ലെന്ന് തോന്നിയാൽ സന്തോഷം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഉള്ളത്തിൽ തോന്നുക ഒന്ന് പോകണം, ഒന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. ദൈവത്തിന് എന്തോ വലിയ കാര്യമുണ്ട്. അങ്ങനെ തോന്നലുണ്ടെങ്കിൽ, ഞാൻ നിർബന്ധിക്കുമൊന്നുമല്ല, തോന്നലുണ്ടാക്കണ്ട. തോന്നലുണ്ടെങ്കിൽ വരിക, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. എല്ലാ ദിവസവും നടക്കുന്നുണ്ടെങ്കിലും അതൊരു സ്പെഷ്യൽ മീറ്റിംഗ് പോലെ ക്രമീകരിച്ചിരിക്കുന്നതാണ്. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. അപ്പം ആത്മാവിൽ ബലപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. അപ്പം എങ്ങനെയാണ് ആത്മാവിൽ ബലം കൊടുക്കുന്നത്? ഇനി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ കാറ് മേടിച്ചിട്ട് പെട്രോൾ അടിച്ചെങ്കിൽ മാത്രമേ എത്ര വലിയ കാറും ഓടത്തുള്ളെങ്കിൽ വിശ്വാസിക്ക് കൊടുക്കേണ്ട ബലമാണ് ആത്മാവിൽ നിറയ്ക്കണം. ആത്മാവിൽ എങ്ങനെ നിറയ്ക്കണം ഞാനത് പറഞ്ഞു തരാം. ഞാൻ എൻ്റെ ജീവിത സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു 2012 അതുകൊണ്ട് ഇപ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 2024 ലാസ്റ്റ് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ
എൻ്റെ ഹൃദയത്തിൽ പിശാച് ഇങ്ങനെ എന്നൊരു വാക്ക് പറഞ്ഞു, വലിയൊരു വെല്ലുവിളി എന്നോട് പറയും. വലിയ പിശാചിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചോദ്യവുമായിട്ട് വന്നു. ആ ചോദ്യത്തിന് ഈസി ആയിട്ടൊരു മറുപടി കൊടുക്കാൻ പറ്റി. കർത്താവെ, 2012 ഒരു ഓപ്ഷനും മുമ്പിൽ ഇല്ലാഞ്ഞിട്ടും ഒരു വഴിയും ഇല്ലാഞ്ഞിട്ടും ഞാനും വൈഫും കൂടെ വിശ്വാസത്താൽ ഇറങ്ങിയതാ. ഒരാൾ സഹായിക്കുമെന്നോ, ഇന്ന് ഈ കാണുന്ന പോലെ 590 പേര് സൂമിലുണ്ടെന്നോ, യൂട്യൂബിൽ കുറെ പേര് കാണുന്നുണ്ടെന്നോ, ലോകം മുഴുവൻ ഓടി നടന്ന് പ്രാർത്ഥന വെക്കാവുന്നോ, കാറുണ്ടെന്നോ ബൈക്കുണ്ടെന്നോ ഒന്നും നോക്കി ഇറങ്ങിയതല്ല. അന്ന് ഒരു മനുഷ്യൻ പോലും ആമേൻ പറയാൻ പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ 2012 പരിശുദ്ധാത്മാവ് പറഞ്ഞു, എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുക എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സമ്പാദ്യം. എന്നാലോചിച്ച് നോക്കി, മുമ്പിൽ വലിയ വലിയ ചോദ്യങ്ങളുടെ നടുവിൽ ആത്മാവിൽ ബലപ്പെട്ടു. എങ്ങനെ ബലപ്പെട്ടെന്നറിയാവോ? ദൈവം നടത്തും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ദൈവം നടത്തും. ഇതെപ്പോഴും ഒരു മുദ്രാവാക്യം പോലെ ഉണ്ടായിരിക്കണം. പറ, ദൈവം നടത്തും. ഇത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ദാവീദിന് എന്നാ ബലം തരാ? കാട്ടിപ്പോയിരുന്നുകൊണ്ട് കിന്നരം വായിക്കുമ്പോഴും തൻ്റെ അകത്തോട്ടൊരു തോന്നലുണ്ടായി, എന്നെ അഭിഷേകം ചെയ്ത ദൈവം സിംഹത്തിന്റെ വാ അടയ്ക്കും, എന്നെ അഭിഷേകം ചെയ്ത ദൈവം കരടിയുടെ കയ്യിൽ നിന്നും എൻ്റെ ആടുകളെ വിടുവിക്കും. ഇത് നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ കരച്ചിലൊക്കെ തന്നെ മാറും. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. പറ, ഇങ്ങനെ ആത്മാവിൽ ബലപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടെ, ഞങ്ങൾക്ക് ഈ സമയം കുറച്ചും കൂടെ എനിക്ക് വലിയൊരു ആഗ്രഹം, കുറച്ചും കൂടെ മുന്നോട്ട് ഇങ്ങനെ ഈ വചനധ്യാന ആഗ്രഹമുണ്ടോ? ഈ വചനധ്യാനം ഇങ്ങനെ മുന്നോട്ട് പോകാം. നമുക്ക് ഒരു ദിവസം ആഗ്രഹിക്കും ഇതുപോലെ ഫുൾ അങ്ങിരുന്ന് പോകണം. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ നിങ്ങൾ ഈ വചനം നോക്കിയാൽ അടുത്ത വാക്യത്തിൽ പറയുന്നു, ഈ ഓരോ വചനം കേൾക്കുമ്പോഴേക്കും അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ ചേഞ്ച് ആകുമെന്ന് മറന്നു പോകരുത്. ഇവിടെ ദാവീദിനെ പറ്റി പറഞ്ഞു, നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനാന്ന് പറയുമ്പോൾ ദാവീദ് പറയുന്നുണ്ട്, നമുക്കറിയല്ലേ, സിംഹത്തിന്റെയും കരടിയുടെയും വായിൽ നിന്ന് നമുക്കറിയാം, പ്രസംഗം ഒത്തിരി കേട്ടുള്ളവർ നിങ്ങളല്ലേ, ഞാൻ അവയെ പിന്തുടർന്ന് വെടിവിച്ചു എന്നൊക്കെ ദാവീദ് പറയുന്നുണ്ട്. എന്നിട്ട് ദാവീദ് ഏറ്റവും ലാസ്റ്റ് പറയുന്നുണ്ട്, നമുക്കറിയാം ദാവീദിന്റെ കിന്നരവും ദാവീദിന്റെ തെറ്റാലിയൊക്കെ നമുക്ക് നല്ലപോലെ അറിയല്ലേ. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദാവീദ് രാജാവിന് സ്ട്രെങ്ത് എവിടുന്ന് കിട്ടി? കാട്ടി വന്ന് ആരും പ്രവചിച്ചില്ല, കാട്ടി വന്ന് ആരും അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചില്ല, കൈകോർത്ത് പ്രാർത്ഥിച്ചില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞു, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കണം. എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന കുറെ സഹോദരിമാരുണ്ട്, അതാ എൻ്റെ ബലമെന്ന് പറഞ്ഞ് നടക്കരുത് കേട്ടോ. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ കുറെ പേരുണ്ട് ബ്രദർ, അതെൻ്റെ ശക്തി, അതൊന്നും പറഞ്ഞ് ആരും തന്നെ കാട്ടിലിരുന്നുകൊണ്ട് ബലം പ്രാപിച്ചോണം. തന്നെത്താനൊന്ന് വിശ്വസിക്കണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ശരിയാ, സാഹചര്യം നോക്കിയാൽ ആത്മഹത്യ അല്ലാതെ വഴി എനിക്കില്ല. പക്ഷെ എനിക്ക് ഉറപ്പാ, ഇത് പറയുന്നവരുടെ കൂടെ കൂടിക്കോണം. ഇങ്ങനെയുള്ള വിശ്വാസം പറയുന്ന ആൾക്കാരുടെ കൂട്ട് തേടി പൊക്കോണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ബലപ്പെട്ടോണം. അങ്ങനെയുള്ള വചനങ്ങളിൽ ശക്തിപ്പെട്ടോണം. കാര്യം ആത്മാവിൽ നിറയ്ക്കുന്നവന് മാത്രമേ ഇന്ധനമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വെറും ഒരു സാധാരണ മനുഷ്യനാ. എല്ലാ ഞായറാഴ്ച ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട് ബ്രദറെ, ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഒറ്റ ഞായറാഴ്ച ഞാൻ പ്രാർത്ഥന മുടക്കി. പക്ഷെ ഒരു വിഷയം വന്നാൽ ഞാനിപ്പോൾ ഒറ്റ ഇരിപ്പിന് 3 മണിക്കൂർ കരയും. എന്നാ ചെയ്യും നിങ്ങളെ കൊണ്ട്? ഒരു പ്രശ്നം വന്നാൽ ഞാൻ ബ്രദറെ 3 മണിക്കൂർ ഞാൻ കരയും, കരഞ്ഞിരിക്കും ബ്രദറെ. ക്രെഡിറ്റ് ഒന്നും അല്ല കേട്ടോ. ഇവിടെ ദാവീദിനെ പറ്റി പറഞ്ഞത്, ഗോലിയാത്ത് മുമ്പിൽ വന്നപ്പോഴേക്കും, കർത്താവേ ദൈവമേ നീ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ പരിപാടിയല്ല, നിന്നാൽ സൈന്യങ്ങളുടെ യഹോവയാണ്, ഞാൻ ഇവന്റെ തല തകർക്കും, ശത്രുവിന്റെ മേൽ ജയമെടുക്കും. ഒരു പ്രശ്നം വരുമ്പോൾ തന്നെത്താൻ ബലപ്പെടുന്നവനാണ് യഥാർത്ഥ ആത്മാവിൽ ബലപ്പെട്ടവർ. കരച്ചിലൊക്കെ വരും, ഞാൻ അതിനെപ്പറ്റി കുറ്റപ്പെടുത്തുമൊന്നുമല്ല. സങ്കടം വരുന്നവരുണ്ട്, പക്ഷേ അവിടെയും പ്രത്യാശയോടെ ഇല്ല. എനിക്കറിയാം സാഹചര്യങ്ങൾ എനിക്ക് വളരെ എതിരാണ്, എൻ്റെ മാനുഷിക ബുദ്ധിയിൽ ഭയങ്കര ട്രാപ്പാണെന്ന് തോന്നിയാലും, പക്ഷെ ഉള്ളിൽ നിന്നും ബലപ്പെടണം കേട്ടോ. പ്രാർത്ഥനകളിൽ നിങ്ങൾ പങ്കുചേരണം കേട്ടോ. വചനത്തിൽ ഇതുപോലെയുള്ള വിശ്വാസ വചനത്തിൽ ഇവിടെ വരണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഇതുപോലെയുള്ള വചനങ്ങൾ എവിടെ കിട്ടുന്നോ അവിടെയൊക്കെ പോയി ചണ്ടപ്പുറത്ത് കോല് കിട്ടുന്ന എല്ലായിടത്തും പോകാനല്ല ഞാൻ പറയുന്നത്. വചനത്തിൽ ശക്തിപ്പെടണം. വചനത്തിൽ ശക്തിപ്പെടാന്ന് പറഞ്ഞാൽ നിങ്ങൾ നിറച്ചോണ്ടിരിക്കണം. ആത്മാവിൽ നിറച്ചവന് മാത്രമേ അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ,
ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പൊ ഈ ദിവസങ്ങളിൽ വഴി തുറന്നു വരട്ടെ, വാതിലുകൾ തുറന്നു വരട്ടെ, പ്രതിസന്ധികൾ നീങ്ങട്ടെ, രോഗശക്തികൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ ഞെരുക്കങ്ങൾ വിശാലമാകട്ടെ. ഇപ്പോൾ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ഞാൻ പടിപ്പുരയ്ക്കൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേര് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ തരിക. പടിപ്പുരയ്ക്കൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേര്, ആ വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പടിപ്പുരയ്ക്കൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടുപേരാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ ഒരു ഭവനം, ആ ഒരു കുടുംബം കർത്താവിൻ്റെ നാമത്തിൽ സാക്ഷ്യമാകാൻ വേണ്ടി പോവാണ്. ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ ആ കുടുംബത്തിൻ്റെ മേൽ തുറക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഇന്ന് അങ്ങോടെ ചൊരിയുന്നല്ലപ്പ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, അങ്ങയുടെ അത്ഭുതം ആ കുടുംബത്തിന് മേൽ ചൊരിയുന്നല്ലോ. സകല കെട്ടുകളും ആ കുടുംബത്തിൽ നിന്ന് പൊട്ടിമാറട്ടെ. ദൈവത്തിന്റെ ശക്തി ആ കുടുംബത്തിന്റെ മേൽ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഇന്ന് കർത്താവെ, ഇന്ന് ആ കുടുംബത്തിൽ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ഇന്ന് കേൾക്കുന്നവർ ആ കുടുംബം ചാടിപ്പിടിച്ചോണം. നമുക്കറിയുന്നത് മൊത്തത്തിലുള്ള ഈ പ്രാർത്ഥന ആയതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ആലോചന കേൾക്കുന്നവർ ചാടിപ്പിടിച്ചോണം. എൻ്റെ കർത്താവിനെ മറ്റൊരു ഭവനത്തെ കർത്താവിനെ കാണിക്കുന്ന ആ ഭവനത്തിന്റെ കർത്താവിനെ, ബാക്കി എല്ലാവരും ആലോചന ഇടപെടുന്നവർ മാത്രമേ നിങ്ങൾ മ്യൂട്ട് മാറ്റാവുള്ളേ. നിങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതി, അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്യണേ. യേശുവെ നന്ദി കർത്താവ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരും ഒക്കെ ഇപ്പോൾ പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? പടിപ്പുരയില് എന്റെ വീട്ടുപേര് സിസ്റ്ററുടെ വീട്ടുപേരാണോ പടിപ്പുരയ്ക്കൽ? പുരയിൽ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. ഇന്ന് കർത്താവ് ആ കുടുംബത്തിന്റെ സകല കെട്ടുകളെയും പൊട്ടിക്കുക. പിന്നെ കർത്താവ് ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഒരു വീടിന്റെ ഒരു വശമാണ് എന്നെ കർത്താവ് പറഞ്ഞത്. ഒരു വീടിന്റെ വശം എന്ന് പറഞ്ഞാൽ ആ വീടിനെ നടുവേ മുറിച്ചു കഴിഞ്ഞാൽ രണ്ട് വശത്തോട്ട് പോകുന്നത് പോലെ തന്നെ ഇടവും വലവും, വലത്തു വശത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആ ഒരു ഭാഗത്ത് ആ ഒരു മണ്ണ് പണ്ട് മറ്റൊന്നിനോട് കൂടെ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലായിരിക്കും, പിതാക്കന്മാരുടെ കാലഘട്ടത്തിലായിരിക്കാം, അത് വേറൊരു മണ്ണുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ കാഴ്ച ഞാൻ കാണുക. ഒരു കണ്ണുനീര് ആ ഒരു വശത്ത് ആ മണ്ണിനോട് ബന്ധപ്പെട്ട് വീണിട്ടുണ്ട്. ഇന്ന് കർത്താവിനോട് പറയുന്നു, ആ കണ്ണുനീര് വീണ നിമിത്തം തലമുറകളുടെ മേലേക്കും കയറിക്കൂടിയത് ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ സകല കെട്ടുകളും ആ കുടുംബത്തിൽ നിന്ന് പൊട്ടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടായി വരട്ടെ. ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ കർത്താവിന്ന് ഇടപെടുന്നു. എല്ലാവരും എന്റെ വല്യപ്പച്ചന്റെ വീട്ടുകാരാണ്. ഈ പറഞ്ഞ പോലെയാണ് ബ്രദറെ സ്ഥലത്തിന്റെ വല്ല ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിലാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അത് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വലതുവശത്ത്, വീടിന്റെ അകത്തോട്ട് കയറുമ്പോൾ വലതുവശത്തെ പറമ്പോ സ്ഥലവോ ആ ഒരു പോർഷൻ ഞാൻ കാണുന്നത്, അത് പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ മറ്റൊരു വസ്തുവുമായിട്ട് ചേർത്ത് മേടിച്ചേക്കുന്നതാണ്. ഇപ്പോഴത്തെ കാലം എനിക്ക് അറിയത്തില്ല, പഴക്കം ചെന്നത് കാലഘട്ടമാണ് ഞാൻ കാണിക്കുന്നത്. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ വിടുതൽ സംഭവിക്കുകയാണ്. കണ്ണുനീരിനെ ആ ബുദ്ധിമുട്ടുണ്ടായത് ബുദ്ധിനെ സകലത്തെയും ദൈവം വെടിവെക്കുക. യേശുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ കൃപ ഇന്ന് അവിടെ പെരുകട്ടെ. ദൈവത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു വ്യക്തിയെ കർത്താവ് എൻ്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. 1983 ജനിച്ച ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവോട് പറയുന്നു, ആ വ്യക്തിയുമായി കണക്ട് ചെയ്തിട്ട് ആദ്യം ഉണ്ടായ ഒരു പെൺകുട്ടീനെയും കർത്താവിനെ, ആ ശരീരത്തിൽ നിന്നും ആദ്യം ഉണ്ടായത് ഒരു പെൺകുട്ടിയാണ്. ഈ ഒരു വ്യക്തി, ഈ പറയുന്ന പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനെ കാണിക്കുന്നത് 1983 ജനിച്ച ഈ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ആദ്യം ഉണ്ടായ ഒരു പെൺതലമുറയാണ്. ഈ രണ്ട് വ്യക്തികളെയും കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ രണ്ടു പേരുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ആ കുഞ്ഞിന്റെ ജനനം മുതൽ ആ ഒരു കാലഘട്ടം ഇന്നു വരെയും ഓരോ പ്രശ്നം കൊച്ചിന്റെ വിഷയമല്ല, കാലഘട്ടമാണ് കാണിക്കുന്നത്. ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ ദിവസങ്ങളിൽ വലിയ ചില വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ കർത്താവോട് പറയുന്നു, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ആ കുടുംബത്തിന്റെ മേൽ, ആ വ്യക്തികളുടെ മേൽ, ആ ശരീരത്തിന്റെ മേൽ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. എൻ്റെ തമ്പുരാൻ കാണിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ വലിയ പദ്ധതികൾ കുടുംബത്തിന്റെ മേൽ തുറക്കാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തി ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചാട്ടെ. പ്രത്യേകിച്ച് ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ
പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ കർത്താവ് ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഇന്ന് അവിടെ ചൊരിയട്ടെ. ഹല്ലേലൂയ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നില്ലപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ മകൾ വിടിവിക്കപ്പെടട്ടെ, കുടുംബം വിടിവിക്കപ്പെടട്ടെ, എല്ലാ തകർച്ചകളും നീങ്ങട്ടെ. നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ഞാനൊരു മറ്റൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 1900 ഞാൻ കാണുന്നൊരു കാഴ്ച, ആ ഒരു 74 എന്നൊരു വർഷം കാണിച്ചിട്ട് ആ ഒരു വർഷത്തിൽ ആ വർഷത്തിൽ ഞാൻ കാണുന്നൊരു കാഴ്ച, ആ ഒരു കുടുംബം ഇന്ന് ആ ഒരു പറമ്പിൽ ഇന്ന് ആ വീടിൻ്റെ ചില അവശിഷ്ടങ്ങൾ നിപ്പുണ്ട്. ഇപ്പം ആ വീട് പൊളിച്ചു മാറ്റിയെങ്കിലും ആ വീടിൻ്റെ ചില അവശിഷ്ടങ്ങൾ ആ വീട്ടിൽ നിപ്പുണ്ട്. പ്രത്യേകിച്ച് 1974 എന്നൊരു വർഷം കാണിക്കുകയാണ്. ആ വർഷത്തിൽ ആ വ്യക്തി ആ കുടുംബത്തിൽ ജനിച്ചതാണ്. ഇപ്പോഴും ആ ഒരു ഭവനത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ, ചില ഭാഗങ്ങൾ ഇന്നും ആ വീട്ടിൽ ആ പറമ്പിൽ നിപ്പുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ കുടുംബത്തിൽ ഇന്ന വർഷം ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് എന്നെ എടുത്തു കാണിക്കുകയാണ്. അത്രയും പഴക്കം ചെന്നെങ്കിലും ആ ഭവനത്തിൻ്റെ പല ഭാഗങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് പലതും പണിത് വെച്ചിട്ടുണ്ട്. ഇന്ന് കർത്താവ് എന്നെ കർത്താവ് എന്നെ എടുത്ത് കാണിക്കുകയാണ്. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. വലിയ മഹത്വം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. വലിയ സാക്ഷ്യം ഇന്നവിടെ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവെ, കർത്താവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. സകല പ്രതിസന്ധികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കർത്താവിന്റെ അത്ഭുതം ഇന്നവിടെ സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, ആ വ്യക്തി സാക്ഷ്യമാകട്ടെ. പ്രതികൂലമായി നിൽക്കുന്ന ബാക്കി എല്ലാവരും നിങ്ങൾ മ്യൂട്ട് ചെയ്തേ. ബ്രദർ, പറഞ്ഞു അതെന്റെ സിസ്റ്റർ. ഹസ്ബൻഡാണ്. അവിടെ അവരുടെ വീട് പഴയതായിരുന്നു. പകുതി ഭാഗമൊക്കെ പൊളിച്ചിട്ട് ബാക്കിയെല്ലാം പുതുക്കിയെടുത്ത് പണിഞ്ഞു വെച്ചേക്കുന്ന ഒരു വീടായി ഇപ്പൊ അത്. ഏറ്റെടുത്തു പഴയ സിസ്റ്റർ. ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടി കർത്താവിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുവാന്ന് കർത്താവിന്റെ പറയുക കേട്ടോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വീകരിച്ചോണം. ദൈവപ്രവൃത്തി സംഭവിക്കുകയാണ്. ദൈവപ്രവൃത്തി ഇന്ന് ഇൻസ്റ്റന്റ്ലി ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആ വ്യക്തി ഈ ദിവസങ്ങളിൽ വലിയ സ്ട്രഗിൾ ചെയ്യുവാണ്. പല കാര്യത്തിൽ ഭാരപ്പെടുന്ന വ്യക്തിയാണ്. ദൈവം ആ വ്യക്തിയെ തൊടുന്നു. യേശുവെ നന്ദി കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു റിനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയാം. റിനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു. ആ വ്യക്തിയുടെ ഭാവിയുടെ വാതിലുകളെ കർത്താവ് തുറക്കുന്നു എന്ന് പറയുന്നു. റിനീഷുമായിട്ട് ബന്ധപ്പെട്ട് സൂമിലോ ലൈവിലോ എന്നെ കാണുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആ മകൻ എന്റെ മരുമകനാണ് ബ്രദറെ. ഫിനിഷ് എന്റെ മരുമകനാണ്. ആ മകന് വേണ്ടി പെട്ടെന്ന് പ്രാർത്ഥിച്ചോണം കേട്ടോ. അനർത്ഥം വിട്ടു ഒഴിയുകയാണ്. കർത്താവ് എന്നോട് പറഞ്ഞ ഈ ദിവസങ്ങളിൽ ദൈവം അവനെ പൊതിഞ്ഞ് സൂക്ഷിക്കുക കേട്ടോ. വലിയ ദുഃഖവാർത്ത കേൾപ്പിക്കുമെന്ന് പിശാച് പറയുന്നുവെങ്കിൽ ആ കുടുംബത്തിന്റെ നിലയെ തന്നെ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റും. ഈ ദിവസം കർത്താവ് പറയുന്നു, ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുവാണ് ആ മകന്റെ വിഷയം. എന്നെ കർത്താവ് പറയുന്നു, ആ മകനെ ദൈവം ഒരു സാക്ഷിയാക്കാൻ വേണ്ടി പോകട്ടെ. ഒരു അനുഗ്രഹം, അങ്ങനെ വാക്ക് കർത്താവ് പറയാം, ഒരു അനുഗ്രഹമാക്കി നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പോവുക. യേശുവെ നന്ദി കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നപ്പ. കർത്താവ് എന്നെ മറ്റൊരു ഭവനം കാണിക്കുന്നു. ആ ഭവനത്തിന്റെ അകത്ത് നമ്മളെ നമ്മുടെ ഒരു വാഴയും നമ്മുടെ നാട്ടുംപുറത്തിന്റെ പഴയ ഒരു ചിത്രം, അതിങ്ങനെ ഒരു പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാർട്ടൂൺ ചിത്രം പോലെ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുന്നത്. ഇങ്ങനെ വാഴ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് പെയിന്റ് ചെയ്ത്. അതായത് ഒരു വ്യക്തി പെയിന്റ് ചെയ്തല്ല, ഒരു പ്രിന്റ് ആണത്. അതായത് വീടിന്റെ അകത്തുള്ള ആൾക്കാർ പെയിന്റ് ചെയ്തതല്ല, എന്നാൽ അത് അതായത് നന്നായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, ഒരു പെയിന്റ് ചെയ്ത ചിത്രം. അങ്ങനത്തെ ഒരു ചിത്രം, കാർട്ടൂൺ ചിത്രം പോലെ, റിയൽ ചിത്രമല്ല, ഒരു കാർട്ടൂൺ ചിത്രം പോലെ അത് പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഭവനത്തെ കർത്താവിനെ എടുത്ത് കാണിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, കുടുംബവുമായിട്ട് പ്രാർത്ഥിക്കുമ്പം അനീഷ് എന്ന് പറയുന്ന ഒരു പേര് കർത്താവിനെ വെളിപ്പെടുത്തുവാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തിയാണ്. ഇന്ന് ആ വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത്, പ്രത്യേകിച്ച് ഈ മകനുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിന്റെ നാമത്തിൽ അത് ഏറ്റെടുത്തോണം. ഹലോ ബ്രദറെ, പറഞ്ഞു. എന്റെ പേരാണ് അനീഷ്. ഞാനത് ഏറ്റെടുക്കുന്നു ബ്രദറെ. ഈ പറഞ്ഞ പോലെയാണ് ബ്രദറെ അടയാളം. അതെ ബ്രദറെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങളുടെ സാക്ഷ്യം പറയും മകന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ.
ഇപ്പോൾ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന അപ്പം എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു കർത്താവിൻ്റെ വലിയ ആലോചനകളെ അങ്ങ് സ്വീകരിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാനറ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വലിയൊരു ഭാരത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണുക. കാനറ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുവാൻ കഴിയാതെ പല സ്ഥലത്തു നിന്നും റോൾ ചെയ്ത് പലതും ഒപ്പിച്ചു, പക്ഷെ നടക്കുന്നില്ല. പല വാതിലുകളും അടഞ്ഞുപോയി. ഇന്ന് വലിയൊരു ഭാരത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഞങ്ങൾ പല സ്വർണങ്ങളും കൊണ്ടുവന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കിൽ വെച്ചിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും ഇത് കരകയറാൻ പറ്റുന്നില്ല. വലിയൊരു കുരുക്ക് പോലെ കിടക്കുവാണ്. ഇന്ന് ആ വ്യക്തിയെ നോക്കിയിട്ട് കർത്താവ് പറയുന്ന മിറക്കിൾ മണി ഉണ്ടാകാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇത് സ്വീകരിച്ചോണം. കർത്താവിൻ്റെ അത്ഭുതം ഇവിടെ ഉണ്ടാകാൻ വേണ്ടി പോവാണ്. ഒന്ന് ഏറ്റെടുത്ത് മാനുഷിക ബുദ്ധി നോക്കിയാൽ ഒരു മനുഷ്യനും സഹായിക്കത്തില്ല. പറഞ്ഞു സിസ്റ്ററെ, ബ്രദറെ പറയാൻ വേണ്ടിയാണ്. എന്റെ ഒത്തിരി പണയുണ്ട് ബ്രദറെ കാനറ ബാങ്കില്. യേശുവിന്റെ നാമത്തിൽ സ്ട്രൈറ്റ് എടുത്ത് മിറക്കിൾ മണി വരാൻ വേണ്ടി പോവാണ്. ആ കർത്താവിന്റെ സാക്ഷ്യം കാണാൻ വേണ്ടി പോവാണ്. യേശുവെ നന്ദി കർത്താവേ, വലിയ നന്മ തുറക്കട്ടെ, വലിയ പ്രവൃത്തി തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഞാനൊരു കർത്താവ് എന്നെ കാണിക്കുന്നു, ഒരു കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കർത്താവ് എന്നെ കാണുന്നൊരു കാഴ്ച, ഒരു മോതിരം ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മോതിരം, ആ മോതിരത്തെ ചൊല്ലി ചില സംസാരങ്ങളുണ്ടായി. പ്രത്യേകിച്ച് മോതിരം ഇങ്ങനെ ഹൈലൈറ്റഡ് എടുത്ത് കാണിക്കുകയാണ്. ആ മോതിരവുമായിട്ട് ബന്ധപ്പെട്ട് ചില സംസാര വിഷയങ്ങളുണ്ടായി, ചില വാക്കുതർക്കങ്ങളുണ്ടായി. ഒരു 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 മോതിരം തന്നെ ഫോക്കസ് ചെയ്തു. വിഷയങ്ങൾ പലതുണ്ടെങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോതിരവുമായിട്ട് ബന്ധപ്പെട്ട് ചില വാക്കുതർക്കങ്ങളുണ്ടായി. ആ ഒരു സംസാര വിഷയമുണ്ടായി. ഒരു മെയിൻ വിഷയം ആ മോതിരമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചില സംസാരം ഉണ്ടായത്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപെടൽ കുടുംബത്തിൻ്റെ അകത്താണ്, ഭാര്യയും ഭർത്താവുമാണ്. എന്നാൽ ആ കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ ദിവസങ്ങളിൽ വലിയ ചില വാക്കുകൾ പുറത്തേക്ക് വന്നു. അത് നിമിത്തം ഒത്തിരി ഹൃദയം വേദനിച്ചു. അങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് കർത്താവ് പറയുന്നു, പ്രാർത്ഥിക്കുക. കുടുംബത്തിൻ്റെ അകത്തെ കലഹത്തെ ഉണ്ടാക്കുന്ന സകല ദുരാത്മാക്കളും യേശുവിൻ്റെ നാമത്തിൽ കുടുംബം വിട്ട് മാറിപ്പോവാണ്. അത് കർത്താവിൻ്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ ഹസ്ബൻഡിനെ ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ച് കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സമാധാനം കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ദിവ്യ സമാധാനത്തെ കർത്താവ് അയക്കുവാൻ വേണ്ടി പോകുന്നു. ഞാനിന്ന് പ്രാർത്ഥിച്ചിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവേ, ഞങ്ങളുടെ വലിയ പ്രവൃത്തി ആ കുടുംബത്തിന് മേൽ ഉണ്ടാകട്ടെ. എല്ലാ കലഹങ്ങളും എല്ലാ വഴക്കുകളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കുടുംബം വിട്ട് മാറിപ്പോട്ടെ. ദൈവത്തിൻ്റെ സമാധാനം എന്ന കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ. അത് എന്റെ കുടുംബം സിസ്റ്ററുടെ കുടുംബമാണത്. ബ്രദർ, അത് എന്റെ കുടുംബം. എന്റെ ഈ കുടുംബം പറഞ്ഞ ഈ വിഷയം നിങ്ങളുടെ കുടുംബത്തെയാണോ? അതെ ഈ കാര്യം അതെ, വല്ലതും തീർച്ചയായിട്ടും ഈ കാര്യം തീർച്ചയായിട്ടും. വല്ലതും ഞങ്ങൾ അറിയാൻ വല്ല മൂക്കൻ്റെ സാധ്യതയുണ്ടോ? അത് ഒരാളോടും പറഞ്ഞില്ല, ദൈവത്തോട് മാത്രം പറഞ്ഞു. ഈ സഹോദരിക്ക് വേണ്ടി തന്നെയുള്ള വിഷയമാണ്. കർത്താവ് എത്രത്തോളം നമ്മളെ കാണുന്നു. പരിശുദ്ധാത്മാവേ, ആ കലഹത്തിന്റെ കാരണം എന്നാന്നുള്ളത് പിശാചിന്റെ ചില പദ്ധതി കേട്ടോ. കുടുംബത്തിലെ സ്വസ്ഥത മോതിരം ഒരു കാരണമാകട്ടോ. യേശുവേ, ഇന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോ ആ കലഹത്തിന്റെ ദുരാത്മാക്കൾ കുടുംബത്തിൽ സമാധാനം തരാതെ, സാമ്പത്തികത്തിന്റെ പേരിലും കർത്താവെ നന്മയുടെ പേരിലും പലപ്പോഴും യുദ്ധം ചെയ്യുന്ന, സ്വസ്ഥത തരാതെ കർത്താവെ ഇന്ന് പഴി പറയുന്ന ചില വാക്ക് കേട്ട് ഹൃദയം വേദനിച്ചിരിക്കുക. യേശുവേ, എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ സഹോദരിക്ക് വേണ്ടി തന്നെ കേട്ടോ ആലോചന. ആരും പിടിക്കേണ്ടത് ആ ഹൃദയത്തിന്റെ അകത്തേറ്റ മുറിവ്. യേശുവെ, എന്തിന് ഞാൻ ജീവിക്കുന്ന പോലും ചോദിക്കുന്ന രീതിയിൽ കർത്താവെ ഞങ്ങളുടെ സന്നിധി കേട്ടതാണപ്പാ. ഇന്ന് കർത്താവ് ഇന്ന് ആ വേദനകളെ അറിയുന്നുണ്ട് കേട്ടോ. ദൈവം വേദനകളെ അറിയുന്നുണ്ട്. യേശുവിന് അത്ഭുതം ചെയ്യുവാണ്. കർത്താവിന്റെ സിസ്റ്റർ ഇന്ന് വലിയ പ്രവൃത്തി. ഇന്ന് കലഹം വിട്ടുമാറി ആ വ്യക്തി ആള് മാറിയവനെ പോലെ ആകാൻ വേണ്ടി പോകട്ടോ. യേശുവേ, അന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, കരയുണ്ട് സിസ്റ്റർ, കണ്ണുനീരൊക്കെ തുടച്ചിട്ട് പറ, എന്റെ യേശു ഉണ്ട്, എനിക്ക് എന്റെ കർത്താവ് ഉണ്ട്, എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. നമ്മൾ പോലും അറിയാതെ നമുക്കറിയാം. ഈ വിഷയമൊന്നും ആരും പറയുന്നതല്ല, ഇതൊക്കെ അവരുടെ വ്യക്തിപരം. പക്ഷെ കർത്താവ് ഇത് അറിയുന്നു. യേശുവേ, അങ്ങ് കൊടുക്കുന്ന അത്ഭുതത്തിന് നന്ദി കർത്താവേ. ദൈവത്തിന്റെ സമാധാനം നന്ദി കർത്താവേ. കലഹം വിട്ടുമാറി സമാധാനം ഉണ്ടാകട്ടെ. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുന്നത് 2000 സിസ്റ്റർ ഏറ്റെടുത്ത കേട്ടോ. വലിയ പരിശുദ്ധാത്മാവിന്റെ സമാധാനം നിറയോട്ടെ. കരഞ്ഞ ആ വ്യക്തി തന്നെ വന്ന് ക്ഷമ പറഞ്ഞ് വലിയൊരു മാറ്റം കാണാൻ വേണ്ടി പോവാം. കർത്താവ് എന്ന പിശാചുക്കളെയും ഓടിച്ചിട്ട് ദൈവത്തിന്റെ സമാധാനം ഉള്ളത്തിൽ നിറയ്ക്കാൻ വേണ്ടി പോവാം. നന്ദി കർത്താവേ.
യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. അതായത് ഒരു മോളുടെ കൊച്ച് ജനിച്ചു വളർന്നു. ആ കൊച്ച് അവിടുന്ന് പോയെങ്കിലും അതിൻ്റെ കുറേ സാധനങ്ങൾ, അതിൻ്റെ നമ്മൾ കൊടുത്ത നിബിള് കുപ്പി പോലത്തെയുള്ള അങ്ങനെയുള്ള കുപ്പികളും മറ്റ് സാധനങ്ങളും എല്ലാം കൊണ്ടുവന്ന് വീടിൻ്റെ മുമ്പിലെ ഷെൽഫിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം എന്നോടൊരു വാക്ക് പറയുകയാണ്. ആ തലമുറയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. പ്രത്യേകിച്ച് മോൾക്ക് വേണ്ടി, ഈ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ തമ്പുരാൻ പറയുന്നു, ആലീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് കർത്താവ് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ദൈവം ഒരു സാക്ഷിയാക്കിയിട്ട് ആ വ്യക്തിയെ കർത്താവ് ആ ഭവനത്തിലോട്ട് അയക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഈ ആലോചന കേൾക്കുന്നത് ആരുമായിട്ടാണോ ഈ ഷെൽഫിൽ ഈ പറഞ്ഞതുപോലെ ഇത് ബന്ധമുള്ളത്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യാൻ വേണ്ടി പോവാണ്. പ്രത്യേകിച്ച് മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോടെ. ഈ ദിവസങ്ങളിൽ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ആ തലമുറയെ അനുഗ്രഹിക്കാൻ വേണ്ടി പോവാണ്. അവളുടെ ഉള്ളത്തിൽ ചില വേദനകളുണ്ട്. കർത്താവ് ഇന്ന് അതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്. യേശുവേ നന്ദി കർത്താവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നപ്പ. ഈ ദിവസങ്ങളിൽ നന്മ തുറക്കട്ടെ, അനുഗ്രഹങ്ങൾ തുറക്കട്ടെ കർത്താവെ. കുടുംബം ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കട്ടെ, ദൈവത്തിൻ്റെ സ്വസ്ഥത അനുഭവിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സമൃദ്ധി ആ കുടുംബത്തിൽ കയറട്ടെ. ഞങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ. ആ കുടുംബം കർത്താവെ തലമുറ പ്രത്യേകിച്ച് അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. കർത്താവ് തൊടുത്തതിന് നന്ദി, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഞാനിന്ന് കർത്താവ് ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഈ കടഭാരത്തിൻ്റെ അകത്തിരിക്കുന്നവരുണ്ടെങ്കിൽ, മിറക്കിൾ മണി ഇങ്ങനെ പറ, എൻ്റെ സാമ്പത്തിക മേഖലകൾ വർദ്ധിക്കാൻ വേണ്ടി പോവാ, എൻ്റെ ഞെരുക്കങ്ങൾ വർധനവായി മാറാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ ഞാൻ വായ്പ മേടിക്കത്തില്ല. പറ, ഞാൻ വായ്പ മേടിക്കത്തില്ല. ഞാൻ വാരി വിതറി കൊടുക്കാൻ വേണ്ടി പോവാ. ദൈവത്തിന്റെ നന്മ തുറക്കാൻ വേണ്ടി പോവാ. ഇന്ന് ആത്മാവിൽ ഒന്ന് ബലപ്പെട്ട്, ആത്മാവിൽ ശക്തിപ്പെട്ട്, നമ്മുടെ മുമ്പിലെ സാധ്യതകളെ തുറന്നേ. യേശു ജീവിക്കുന്നു. എൻ്റെ മുമ്പിൽ വലിയ ദാവീദ് പറഞ്ഞുകൊണ്ട് തൻ്റെ ചേട്ടൻ പറഞ്ഞു, നീ അഹങ്കാരിയല്ലേ, നീ ആടിനെ തീറ്റിക്കുന്നവനല്ലേ, നിനക്ക് എന്ത് യോഗ്യതയാ ഉള്ളതെന്ന് പറയുമ്പോൾ ദാവീദ് പറയും, ഞാൻ അവനെ മറിക്കും. ആത്മാവിൽ ബലപ്പെട്ടവർ മാത്രമേ അത് പറയാൻ കഴിയത്തുള്ളൂ. പ്രതിസന്ധിയിൽ വിളിച്ചു പറയണം, എൻ്റെ കുടുംബത്തിൽ എൻ്റെ തലമുറകൾ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കും. ദൈവത്തിൻ്റെ ഹിതമല്ലാത്തതൊന്നും എൻ്റെ പെരക്കകത്ത് കയറണ്ട. നിങ്ങൾ കൽപ്പിക്കും. നിങ്ങളുടെ നാവ് കൊണ്ട് അതിരിട്ടെ, ഒരു പിശാചമകത്തോട്ട് കയറത്തില്ല. പറ, എൻ്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ ഹിതമല്ലാത്ത ഒരു വ്യക്തി പോലും കയറണ്ട, ഒരു പദ്ധതിയും എനിക്ക് വേണ്ട, കർത്താവിന്റെ ഹിതമല്ലാത്തത് ഒന്നും എനിക്ക് വേണ്ട. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർ വലിയ ക്രിയേറ്റീവ് മിറക്കിൾസ് ഉണ്ടാകാൻ വേണ്ടി കൈവച്ച് എന്നിട്ട് പറ, പുതിയ അവയവം ഉണ്ടായി വരാൻ വേണ്ടി പോവാ. ആ ഷുഗറിനോടും പ്രഷറിനോടും പറ, ജീവിതത്തിൽ ഞാൻ ഇന്ന് ദീർഘായുസോടെ ഇരുന്നുകൊണ്ട് ഷുഗറോ പ്രഷറോ ഒന്നും ചലിക്കത്തില്ല. നോർമൽ കണ്ടീഷനിൽ ഒരു മരുന്നും കഴിക്കാതെ, ഒരു ട്രീറ്റ്മെന്റും എടുക്കാതെ ഞാൻ എൻ്റെ ആയുസ്സിൽ ദീർഘായുസ് വരെ കിടക്കത്തില്ല. നിങ്ങൾ പറയുന്നത്, യേശു പറഞ്ഞു, നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ പറയുന്നത് സംഭവിച്ചിരിക്കും. പറ, യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ, കർത്താവ് എൻ്റെ രോഗം വഹിച്ചതാ, കർത്താവ് എൻ്റെ വേദന ചുമന്നതാ, യേശു എനിക്ക് വേണ്ടി വേദന അനുഭവിച്ചത്. പറ, ആ രോഗങ്ങൾ ഇപ്പൊ സൗഖ്യമാകുക. അത് ക്യാൻസർ ആയിക്കോട്ടെ, ട്യൂമർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, ഞരമ്പിന്റെ വിഷയമായിക്കോട്ടെ, അസ്ഥി വിഷയമായിക്കോട്ടെ, തലയ്ക്കകത്തെ വിഷയമായിക്കോട്ടെ, ശരീരത്തിൽ ഏത് വിഷയമായിക്കോട്ടെ. നിങ്ങളിത് കേൾക്കുന്ന അടുത്ത് രോഗി ഉണ്ടെങ്കിൽ അവർക്കെല്ലാം പോയി ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഞെട്ടുന്ന രീതിയിൽ കർത്താവിന്റെ പ്രവൃത്തി കാണാൻ വേണ്ടി പോയി. യേശുവേ, ഇന്ന് അത്ഭുത സൗഖ്യമാണ്. രോഗങ്ങൾ വിട്ടുമാറുകയാണ്, അത്ഭുത വിടുതൽ സംഭവിക്കുകയാണ്. പുതിയ അവയവം, കാഴ്ച, ആ കണ്ണാടിയൊക്കെ ഊരി മാറ്റിയിട്ട് കണ്ണിൽ നിന്ന് കൈവച്ചേ. ആ കേൾവി ബുദ്ധിമുട്ടുള്ളവരൊക്കെ ചെവിയെടുത്ത് ചെവിയിലോട്ട് വിരലിൽ വെച്ചേ.
എന്നിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ എൻ്റെ വേദന, എൻ്റെ രോഗം യേശു വഹിച്ചത്. ഞാൻ കണ്ണ് കാണും, പുതിയ കണ്ണ് എനിക്ക് തന്നതിനെന്ന് കർത്താവ് ഒന്ന് പറഞ്ഞു. ഒന്നൊരു മടിയും വേണ്ട. കണ്ണാടിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടൊന്ന് പറഞ്ഞ്, കാഴ്ച വർദ്ധിപ്പിച്ച് കൃപയ്ക്കില്ലെന്ന് പറ. എൻ്റെ കാഴ്ച വർദ്ധിക്കും, കണ്ണാടി ഇല്ലാതെ ഞാൻ കാണും, ഇയർബഡ്സ് ഇല്ലാതെ ഞാൻ കേൾക്കും, കർത്താവെ ഒരു സഹായമില്ലാതെ ഞാൻ നടക്കും, വോക്കർ ഇല്ലാതെ ഞാൻ നടക്കും, ഞാൻ യേശുവിന്റെ നാമത്തിലോടും. ബൈബിൾ ഇങ്ങനെ പറഞ്ഞു, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ കുരുടൻ കാണുന്നതും, കാഴ്ചയില്ലാത്തവർ കാഴ്ച ലഭിക്കുന്നതും, ചെവിയില്ലാത്ത വ്യക്തിക്ക് ചെവി കേൾക്കുന്നതും, സംസാരിക്കാൻ കഴിവില്ലാത്ത ഊമൻ സംസാരിക്കുന്നതും, മരിച്ചത് ഉയർത്തെഴുന്നേറ്റ് വരും, മുടന്തൻ തുള്ളും, കാലിന്റെ അസ്ഥികൾ സൗഖ്യമാകുന്നു, ഞരമ്പുകൾ സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബന്ധനങ്ങൾ അഴിയുന്നു, കെട്ടുകൾ പൊട്ടുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ഈ സമയത്ത് ഏത് പ്രാർത്ഥനാ വിഷയത്തിൽ ഇരിക്കുന്നവരാണെങ്കിലും ഞാൻ അവരെയൊക്കെ ഏൽപ്പിച്ച് ഇന്ന് അത്ഭുതം. ഇതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ല, ഇപ്പോൾ നിങ്ങളുടെ വിഷയം പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, തലമുറയോർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, രോഗമായിരിക്കുന്നവരുണ്ട്, കർത്താവെ കുടുംബത്തിൽ സമാധാനമില്ലാത്തവരുണ്ട്, ഭർത്താവും ഭാര്യയും തമ്മിൽ പ്രശ്നമുള്ളവരുണ്ട്, കലഹങ്ങളുള്ളവരുണ്ട്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, അത്ഭുതം ഇന്നവിടെ സംഭവിക്കട്ടെ, അത്ഭുതം ഇന്നവിടെ സംഭവിക്കട്ടെ. യേശുവിന് രാജ്യങ്ങളുടെ ഡോറുകൾ ഞാൻ കാണുന്ന, പാസ്പോർട്ടുകളിൽ സീലുകൾ വീഴുന്നതും, രാജ്യങ്ങളുടെ വഴി തുറക്കുന്നതും. ഇവിടെ കർത്താവ് പറഞ്ഞ ചില നിയമങ്ങൾ പോലും മാറാൻ വേണ്ടി പോവാ, രാജ്യങ്ങളുടെ നിയമങ്ങൾ പോലും ചേഞ്ച് ആകാൻ വേണ്ടി പോവാ ചിലർക്ക് വേണ്ടി. ഓ യേശുവേ, അങ്ങനെ ചില പദ്ധതികളെ പരിശുദ്ധാത്മാവ് തുറക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഞാനൊരു പാസ്പോർട്ട് നമ്പർ കർത്താവിനെ കാണിക്കുക, 99239341 എന്നുള്ളൊരു പാസ്പോർട്ട് നമ്പർ കർത്താവിനെ കാണിക്കുക. ദൈവത്തിന്റെ ശക്തി അതിന്റെ മേൽ വ്യാപരിക്കണം. പല നമ്പറുകളുടെ മേൽ കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്നു യേശുവിന് അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു സ്ഥലം മേടിച്ചിട്ട് ആ സ്ഥലം വിറ്റ് കളഞ്ഞു. ആ സ്ഥലം വലിയ പ്രതീക്ഷയോടെ മേടിച്ചതാണ്, പക്ഷെ ആ സ്ഥലം വിറ്റ് കളഞ്ഞു. എന്നാൽ കർത്താവിന്റെ വാക്ക് പറയുന്നു, മറ്റൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുവാൻ കർത്താവ് വിറ്റ് കളഞ്ഞ് ആളോട് പറയുന്നു, മേടിക്കാൻ വേണ്ടി പോവുക. പക്ഷെ ഇനി അങ്ങനെ ഒരു പ്ലാൻ ഇല്ല ബ്രദറെ, അത് തലവേദനയാണ്, അത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പക്ഷെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. വരുമാന മാർഗത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. യേശുവേ നന്ദി കർത്താവേ. പുതുവഴി തുറക്കട്ടെ അപ്പ, പുതിയ ബിസിനസ്സുകൾ തുറക്കട്ടെ, വരുമാന മാർഗങ്ങൾ തുറന്നിട്ടെ. വായ്പ മേടിക്കത്തില്ല പറഞ്ഞ്, വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും കർത്താവ്. ഇപ്പൊ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഒന്ന് ചെയ്തു നോക്കിക്കേ. ആ വേദന അവിടെ ഇല്ല, രോഗം അവിടെ ഇല്ല, പൂർണ്ണ സൗഖ്യം സംഭവിച്ചിരിക്കുന്നു. ആമേൻ. ഈ സമയം ആർക്കെങ്കിലും ഒരു സാക്ഷ്യം ഉണ്ടെങ്കിൽ സാക്ഷ്യത്തിന്റെ സമയമാണ്. ഉള്ളവർ പറയുക, പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ പറയരുത്. വരും ദിവസങ്ങളിൽ പരീക്ഷയുള്ളവരുണ്ട്, ഉന്നത ജയം കൽപ്പിച്ചിരിക്കുന്നപ്പ. ജയം ജയം യേശുവിന്റെ നാമത്തിൽ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ സാക്ഷ്യങ്ങൾ പറഞ്ഞാട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കുക, മറ്റൊരാൾക്കൊരു അവസരം കൊടുക്കുക. ഒരേ ആലോചന ഒരേപോലെ വരുമ്പോൾ നമുക്ക് ടെൻഡൻസി ഉണ്ടാകും, ബ്രദറെ അത് എൻ്റെയും കൂടെ കാര്യമാണ്. അപ്പോൾ അടുത്തുള്ള പറയും, എൻ്റെയും കൂടെ കാര്യമാണ് ബ്രദറെ. അങ്ങനെ പറയണ്ട. ഒരാൾ പറയുമ്പോൾ നിങ്ങൾ ഏറ്റെടുത്താൽ മതി. കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ ഒരു കൊച്ചിന്റെ കാര്യം ബ്രദറെ ഒരു കൊച്ചിന്റെ കാര്യം പറഞ്ഞത്, കൊച്ചിന്റെ ഫോട്ടോ ഉണ്ട്, കൊച്ചിന്റെ പാവയുണ്ട്, കൊച്ചിന്റെ വളയുണ്ട്, നിബിളൊന്നുമില്ല. അത് എന്നെ പറ്റിയാണോ ഞങ്ങളെ പറ്റിയാണോ? ഇല്ല സിസ്റ്റർ, ഈ ഒരു കാര്യം ഞങ്ങൾ നിബിൾ കുപ്പി എല്ലാം എടുത്ത് ഷെൽഫിൽ വെച്ചിരിക്കുന്ന ഒരു ഭവനമാണ് കർത്താവ് എന്നെ കാണിച്ചത്. അപ്പൊ മറ്റൊരാളുടെ ആലോചനയാ കേട്ടോ അത്. ഹലോ ബ്രദറെ, പറഞ്ഞു ഹലോ. പറഞ്ഞു. 1983 ജനിച്ചൊരു അമ്മയുടെ മകള്, മൂത്ത മകള്, പെൺകുഞ്ഞ് ന്റെ കാര്യം പറഞ്ഞല്ലോ ബ്രദറെ. അത് മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത്. അത് എന്റെ മരുമോളും കുഞ്ഞുമാണ്. 1983 മരുമോള് ജനിച്ചത്. മോള് 2013 ഡിസംബറിൽ മോള് 8th മന്തിലാണ് പ്രസവിച്ചത്. വലിയ പ്രയാസമായിരുന്നു. എന്നിട്ട് കുറെ നാള് NICയിലൊക്കെ കിടന്നാണ് കുഞ്ഞിനെ കിട്ടിയത്. ഇപ്പൊ അവള് 11 വയസ്സായി. അവിടെയാണ്, UK-യിലാണ്. വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പൊ ഇങ്ങനെ ബ്രദർ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ് ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണോ? തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് വലിയൊരു പ്രവൃത്തി നടക്കാൻ വേണ്ടി പോകണം. അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന് ചില സാക്ഷ്യങ്ങളെ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ ഹലോ പറഞ്ഞു സിസ്റ്റർ.
പറഞ്ഞു. ഇന്നലെ നീതുവിന് അഞ്ജുവിന് ഒരു ആലോചന പറഞ്ഞിരുന്നു. നീതു എന്റെ മകളാണ്, അഞ്ജു അവളുടെ അനിയന്റെ ഭാര്യയാണ്. ഏറ്റെടുത്ത സിസ്റ്ററെ കർത്താവ് ഇത് അതിന്റെ മേൽ സാക്ഷ്യമായി തുറക്കും കേട്ടോ. അതുപോലെ ബ്രദറെ ആ, കിട്ടില്ല എന്ന് ഹലോ കരുതിയ ഹലോ ബ്രദറെ miracle ഒരു കിട്ടി. മിനിറ്റ് പറഞ്ഞോട്ടെ. പറഞ്ഞു ഹലോ ഹലോ പറഞ്ഞു ഒരുമിച്ച് ഹലോ പറയല്ലേ. പറഞ്ഞല്ലോ, കണ്ടിന്യൂ ഹലോ ചെയ്തു. ബ്രദറെ ബ്രദറെ എനിക്കൊരു സാക്ഷ്യമുണ്ട്. എനിക്ക് 2-3 ദിവസത്തിന് മുമ്പ് എന്റെ ഹസ്ബൻഡ് ഹാർട്ട് പേഷ്യന്റ് ആണ്. അതിന്റെ കൂടെ അദ്ദേഹത്തിന് ലൂസ് മോഷനും വന്ന് വളരെ വേദനയാല് വളരെ ഭാരപ്പെട്ട് ഞങ്ങള് കുടുംബമായിട്ട് വളരെ ഭാരപ്പെട്ട് കഴിയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എനിക്ക് ഇതിന്റെ ഒരു ലിങ്ക് എനിക്ക് ഒരു സിസ്റ്റർ അയച്ചു തന്നു. ഞാൻ ആ ലിങ്കിൽ കയറി സൂം മീറ്റിങ്ങിൽ കയറി. അപ്പൊ ഞാൻ അത് മീറ്റിങ്ങിൽ ഇരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ പിറ്റേന്ന് രാവിലെ അജിത സിസ്റ്ററെ വിളിച്ചു, ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. പിന്നെ എന്നോട് പറഞ്ഞു ഗ്ലാസ്സിൽ വെള്ളം എടുക്കാൻ പറഞ്ഞ് സിസ്റ്റർ അതിനകത്ത് കൈ വെക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ വിരൽ ആ വെള്ളത്തിനകത്ത് തൊട്ടു. സിസ്റ്റർ അവിടെ പ്രാർത്ഥിച്ചു, ഞാനും ഇവിടെ പ്രാർത്ഥിച്ചു. ഞാൻ ആ വെള്ളം എന്റെ ഹസ്ബൻഡിന് കൊടുത്തു. വലിയ അത്ഭുതം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. ആ ലൂസ് മോഷൻ നിന്നു. അതിനുശേഷം വയറിന് വേദന ഉണ്ടായിരുന്നു, അത് നിന്നു. ആ ഹാർട്ടിന് എന്നും വേദനയായിരുന്നു. എന്നും വേദന വരുമ്പോൾ നാക്കിനടി ഗുളിക വെക്കുമായിരുന്നു. പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്ന് ഈ സമയം വരെ അദ്ദേഹത്തിന് ആ വേദന വന്നിട്ടില്ല. കർത്താവ് അത്ഭുത സൗഖ്യം ഞങ്ങൾക്ക് തന്നു. ആമേൻ. കർത്താവ് അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി. രോഗത്തെ അങ്ങ് വിടിവിച്ച കൃപയ്ക്ക് നന്ദി. സൗഖ്യം കൊടുത്ത കൃപയ്ക്ക് തക്ക സമയത്ത് പ്രാർത്ഥിക്കാൻ കർത്ത കൃപ കൊടുത്തല്ലോ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ രോഗസൗഖ്യം അനേകരോട് പറയണം. യേശു ഞങ്ങളെ സൗഖ്യമാക്കിയെങ്കിൽ നിങ്ങളെയും സൗഖ്യമാക്കുമെന്ന് എന്നോട് പറയണം. കർത്താവ് പ്രവർത്തിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രാർത്ഥന വിഷയം കൂടെ എന്റെ മോള് ഒരു പ്രാർത്ഥന എക്സാം വിഷയം സിസ്റ്ററെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അത്ഭുതം നടന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഏത് ഭാരവും അത്ഭുതം നടന്നു കഴിഞ്ഞു. ഇന്നു മുതൽ പറഞ്ഞു കർത്താവ് ആ സാക്ഷ്യം തന്നതിന് നന്ദി എന്ന് തന്നെ പറഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. പറഞ്ഞോ, ഉറക്കെ പാസ്റ്റർ ഒരു പറഞ്ഞു, സാക്ഷ്യം ഉണ്ടായിരുന്നു. ഉറക്കെ പറഞ്ഞു. പാസ്റ്ററെ ഞാന് എന്തോ ആദ്യമായിട്ട് 15-ാം തീയതിയാണ് പാസ്റ്റർ മെസ്സേജ് ഞാൻ കാണുന്നത്. യേശു ക്രിസ്തു സൗഖ്യമാക്കും. അപ്പൊ പെട്ടെന്ന് ദൈവം എനിക്ക് തന്നതായിട്ട് ഞാൻ കണ്ടു. ഞാനത് കുറച്ച് സമയം കേട്ട്. അപ്പൊ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ചെറിയ മക്കളുണ്ട്, മകന്റെ മക്കള്. അപ്പൊ കേട്ടാൻ പറ്റില്ല. അപ്പൊ രാവിലെ അത് കേട്ടാ നിന്ന. അപ്പൊ എനിക്ക് പുറത്ത് വേദന ഉണ്ടായിരുന്നു. ഒരു ഭാഗം ഇങ്ങനെ ഇടത് വശത്ത് ഭയങ്കര വേദനയായിട്ട് ഞാൻ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഒരുപാട് ജോലിയുണ്ട് വീട്ടിൽ. 2 കുഞ്ഞുങ്ങളെ നോക്കണം, സുഖമില്ലാത്തൊരു ഭർത്താവുണ്ട്. അപ്പൊ ഞാൻ ദൈവമേ ഇതെങ്ങനെ എനിക്ക് ഇന്ന് എന്ത് ജോലിയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നൊരു സാക്ഷ്യം കേട്ടു, ഒരു സഹോദരി പറയുന്നത്, വേദനന്റെ സാക്ഷ്യം. അപ്പൊ ഞാൻ ആ നിമിഷം തന്നെ ഞാൻ ആ പ്രാർത്ഥന ഏറ്റെടുത്ത് ഞാൻ പറഞ്ഞു, കർത്താവെ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കും എന്ന് പറഞ്ഞു. അത് എന്റേതാണ് എന്ന് പറഞ്ഞു. സിസ്റ്റർ കേൾക്കുന്നില്ല. സിസ്റ്റർ കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാം. എന്നാ എനിക്ക് ഇവിടെ ഓടിയോ കട്ടെ. ആ നിമിഷം തന്നെ എനിക്ക് സൗഖ്യം തന്നു ദൈവം. ഓക്കെ, സിസ്റ്റർ പറഞ്ഞത്, സിസ്റ്റർക്ക് എത്ര നാളുടെ ബുദ്ധിമുട്ടാണ് സിസ്റ്റർ? എത്ര നാളുടെ വേദന ഉണ്ടായിരുന്നു? എത്ര നാളുടെ വേദന? 3-4 ദിവസം ആയില്ലല്ലോ. 3-4 ദിവസം ആയില്ലോ. അപ്പൊ ആ കുഞ്ഞിന് മോളുണ്ട്. ആ മോളെ ഇങ്ങനെ എടുക്കുക എല്ലാം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പുറത്തുനിന്ന് ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ഞാനിത് കാണാനിടയായി. രാവിലെ എഴുന്നേറ്റ് ഇത് രാത്രി കുറച്ച് കേട്ട് അതിന്റെ ബാക്കി രാവിലെ തന്നെ എഴുന്നേറ്റ് എന്നിട്ട് ജോലി ചെയ്യാന്ന് കരുതി. അപ്പൊ അത് കിടക്കാൻ തന്നെ അത് കേട്ട് ആ സമയത്ത് തന്നെ ദൈവം ഒരു അത്ഭുതം ഇത് വലിയൊരു സാക്ഷി സിസ്റ്റർ പറഞ്ഞത്. 3-4 ദിവസമായിട്ട് ആ വേദന ഉണ്ടായിരുന്നു. അത് എന്ത് ചെയ്തു? അത് ഏറ്റെടുത്ത സമയത്ത് തന്നെ, അത് മറ്റൊരു സഹോദരി സാക്ഷ്യം പറയായിരുന്നു. അതെ, നിങ്ങൾ കേട്ടോണം. അപ്പൊ നിങ്ങൾ ഈ സാക്ഷ്യം പറഞ്ഞവരെ കേട്ടോണം. നിങ്ങളുടെ സാക്ഷ്യം കേട്ടിട്ട് ആ സഹോദരി വിശ്വാസത്താൽ കൈയെടുത്ത് വെച്ചു. അപ്പോൾ തന്നെ ആ വേദന ശരീരത്തിൽ നിന്ന് മാറി ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്ന പറഞ്ഞല്ലോ. ആ കേട്ടത് എന്റെ സൗഖ്യത്തിന് വേണ്ടിയും കൂടെ അന്ന് വിശ്വസിച്ചപ്പോൾ ആ നിമിഷം സാക്ഷ്യം സൗഖ്യമായിട്ട് മാറി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. അനേക രോഗികളെ കാണുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഇത് വരണം. എന്നെ സൗഖ്യമാക്കിയ യേശുവിന്റെ മുറിവ് ഈ വ്യക്തിയെയും സൗഖ്യമാക്കും എന്നൊരു ചിന്ത ഉള്ളത്തിൽ നിറയണം. അനേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശു അത്ഭുതം ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ബ്രദറെ എനിക്കൊരു സാക്ഷി പറയാനുണ്ട്. ബ്രദറെ, എന്റെ ഹസ്ബൻഡ് ഇന്നലെ
എന്റെ ഹസ്ബൻഡ് ഇന്നലെ പോയി ATM ന്ന് ഇച്ചിരി പൈസ എടുക്കാൻ പോയി. എടുക്കുന്ന വഴിക്ക് ആ മിഷ്യൻ കേടായിട്ട് അത് കിട്ടിയില്ല. വളരെ ഭാരപ്പെട്ട് സങ്കടത്തോടെ ഭവനത്തിൽ വന്നിരുന്നു. ആ പോയ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പൊതുവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വിഷമിച്ച് ഇവിടെ വന്ന് സങ്കടത്തോടെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ രണ്ടുപേരും കൂടി ഇനി എന്ത് ചെയ്യും, എന്റെ വീട്ടിൽ ഇച്ചിരി ഞെരുക്കമുണ്ട്, ആ പൈസ ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് 5000 രൂപ മിറക്കിൾ മണി കിട്ടാനിടയായി. ദൈവം അനുഗ്രഹിച്ച് ഞങ്ങളെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി. നന്ദി ആമേൻ. കർത്താവെ. ദൈവം തുറന്ന മിറക്കിൾ മണിക്കാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ കടഭാരമൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ കർത്താവെ, ആകാശത്തു നിന്ന് മന്ന കൊഴിച്ചതുപോലെ മീന്റെ വായിൽ ദൈവം നന്മ ഒളിപ്പിച്ചതുപോലെ എനിക്ക് വേണ്ടി മിറക്കിൾ മണി, അത്ഭുതകരമായ സമ്പത്ത് എനിക്ക് വേണ്ടി തുറക്കുമെന്ന് പ്രാർത്ഥിച്ചു. ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കും. നിങ്ങളുടെ അവകാശമാണ്. ധനവും മാനവും പുരാതന സമ്പത്തും നിങ്ങളുടെ അവകാശമാണ്. സാമ്പത്തിക അനുഗ്രഹം നമ്മുടെ അവകാശമാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. തക്ക സമയത്ത് ദൈവം തുറന്ന കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, എനിക്കുണ്ടൊരു പറഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഉറങ്ങുന്ന സമയത്ത് വെളുപ്പങ്കാലാവുന്നു ഞാൻ വിചാരിക്കുന്നു, മാലയുടെ കുളത്ത് ഊരിക്കിടക്കായിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നില്ല. ആരോ എന്റെ മേലിൽ കൈവെച്ച് മാലയിൽ കൈ കൊണ്ടുവന്ന് വെച്ചിട്ട് മാല ഇങ്ങനെ വലിച്ച് എന്റെ കയ്യിലേക്ക് ഊരി തന്നു. ഊരി തന്നെങ്കിലും ഞാനത് ചിന്തിക്കണില്ല. അറിയുന്നുണ്ട് ഞാൻ പിന്നെ മാല എന്റെ കയ്യിലേക്ക് വരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കണേ, ഏഞ്ചൽ വിസിറ്റേഷൻ. ഞാൻ മിക്കപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ഓഫീസിലിരിക്കുമ്പോഴും വീട്ടിലാണെങ്കിൽ ഇത്തിരി ഇത് വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഏഞ്ചൽ വിസിറ്റേഷൻ എനിക്ക് വേണം, എനിക്ക് കൂടെ നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം. ഞാൻ അങ്ങനെ പല കാര്യങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഏഞ്ചൽ വിസിറ്റേഷന്റെ ടോക്ക് കഴിഞ്ഞ പിന്നെയാണ് കേട്ടത്. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ദൈവമേ ഇതാരാ മാല കുളത്തൂരി കിടക്കുന്നത് എന്റെ കയ്യിലേക്ക് വിടിപ്പിച്ച് തന്നെ. വെളുപ്പങ്കലാവറായിട്ടുണ്ടാവും. പെട്ടെന്ന് ഞാൻ 5 മണിയപ്പോ എഴുന്നേറ്റിട്ട് ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് മാല ഊരി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ മാല കുളത്ത് ഊരി കിടക്കണം. ബാക്കിയൊന്നും ഞാൻ പറഞ്ഞില്ല, ഇതൊന്ന് ടൈറ്റ് ചെയ്ത് തരണം എന്ന് വെച്ചാൽ ബ്രദറിന്റെ ടോക്ക് കേൾക്കണതിന് മുമ്പൊക്കെ എന്റെ വിചാരമായിരുന്നത് പിന്നെ ഏഞ്ചൽമാര് നമുക്ക് കൂടെ നിന്ന് പ്രാർത്ഥിക്കണമെന്നവരതൊക്കെയായിരുന്നു ഞാൻ വിശ്വസിച്ചിട്ടിരുന്നത്. അതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞില്ല. എന്റെ കസിനോട് വിളിച്ചു പറഞ്ഞു, നമ്മുടെ മീറ്റിംഗിൽ കയറുന്നതാ. കസിനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, ഏഞ്ചൽ വിസിറ്റേഷൻ ഉണ്ടായത്, ദൂതനാണ് എനിക്ക് എന്റെ മാല കുളത്തൂരി കിടക്കണത് കാണിച്ചു തന്നു. ഞാൻ അങ്ങനെ തന്നെ എഴുന്നേറ്റിരുന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞു. അതൊരു വലിയ സാക്ഷിയാണ്. കർത്താവിന് നന്ദി പറയുന്നു. അത് പറഞ്ഞു തന്ന ബ്രദർക്കും നന്ദി പറയണം. യേശുവിന്റെ നാമം. തീർച്ചയായിട്ടും ക്രിസ്തു പറഞ്ഞ ദൂതന്മാര് നമ്മളെ സഹായിക്കുന്നവരാണ്. ദൂതന്മാരുടെ സഹായം നമുക്കുണ്ട്. ക്രിസ്തു പറഞ്ഞു നമ്മുടെ നന്മകൾ നഷ്ടപ്പെടും. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെ നന്മകളെ നഷ്ടപ്പെട്ടു പോയവരെ അവരുടെ ഭവനത്തിൽ തന്നെ തിരിച്ചു കൊണ്ട് വെച്ചിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ ദൂതന്മാരുമായി ബന്ധപ്പെട്ടതുണ്ട്. അപ്പൊ ഏഞ്ചലിക് വിസിറ്റേഷന് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഏഞ്ചലിക് എൻകൗണ്ടറുകൾക്ക് വേണ്ടി, കൂട്ടിമുട്ടലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് അത് നിങ്ങൾ എന്ത് ചോദിക്കുന്നു അത് നിങ്ങളുടെ മുന്നിൽ തുടർച്ചയായി ചുമ്മാ ചോദിച്ചൊന്നും മറന്നു പോകരുത്. തുടർമാനമായിട്ട് ദൈവസന്നിധിയിൽ എന്ത് ചോദിക്കുന്നോ ദൈവം അത് തുറന്നിരിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. പിന്നെയും പ്രാർത്ഥിക്കുക, നേരിൽ അവരെ കാണുവാനുള്ള കൃപ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, റോണീഷ് എന്നാണോ പറഞ്ഞ എനിക്ക് കറണ്ട് പോയതുകൊണ്ട് റിനീഷ് എന്നാ സിസ്റ്റർ പറഞ്ഞത്. റിനീഷ് എന്ന് പറഞ്ഞത് സോറി, വേറൊരാൾ ഏറ്റെടുത്തായിരുന്നു സിസ്റ്റർ അത് കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ളൊരു? വേഗത്തിൽ പറഞ്ഞു. സാക്ഷ്യം പറയാൻ വേണ്ടിയായിരുന്നേ. പറഞ്ഞു. ഞാൻ കൊല്ലത്ത് മീറ്റിങ്ങിന് വന്നായിരുന്നു. ഈ കോട്ടയത്ത് ചില അസുഖം ഉണ്ടെങ്കിൽ വരാൻ പറ്റില്ല. അന്ന് രണ്ട് ആലോചനകൾ പറഞ്ഞായിരുന്നു. ഒന്ന്, 3 ആമക്കളുള്ള വീടിനെ കുറിച്ചും പറഞ്ഞു. ഒന്ന്, പുറയില് ഒരു സഹോദരി അലക്കല്ലിന്റെ അടുത്തിരിക്കുന്നത്, ആ ബക്കറ്റിന്റെ കളറും എല്ലാം പറഞ്ഞ് എന്നോട് ഒരു ആലോചന പറഞ്ഞായിരുന്നു. അത് മോനെ കുറിച്ചായിരുന്നു അത് അന്ന് പറഞ്ഞത്.
അപ്പം ഇന്ന് എനിക്ക് മോനാണെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവന് 2 വിഷയം കിട്ടാനുണ്ടായിരുന്നു. അപ്പം ആ വിഷയം എനിക്ക് അതിനെ കുറിച്ച് വലിയൊരു ഭാരമായിരുന്നു മനസ്സിൽ. പക്ഷെ ഭാരം വന്നപ്പോഴും എന്റെ മനസ്സിൽ പോസിറ്റീവായിട്ടാണ് പിന്നെയും വന്നത്. ദൈവം യേശുവിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതം കാണും. കാരണം അത് അങ്ങനെ നെഗറ്റീവായിട്ട് വരാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്റെ മദറിലോ അന്ന് ഇവന്റെ എക്സാമിന്റെ തലേ ദിവസമാണ് മരിച്ചത്. അപ്പം അവന് പഠിക്കാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പം അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. കാരണം എക്സാം എങ്ങനെ എഴുതും, ഏത് എഴുതും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പരീക്ഷ നടക്കുന്നതുകൊണ്ട് തന്നെ ആ അടക്കവും എല്ലാം ആ ഒരു ദിവസം കഴിഞ്ഞാണ് നടത്തിയതുമൊക്കെ. അങ്ങനെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും എന്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു, യേശുവിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതം കാണും. ഇന്നലെ മെനഞ്ഞാന്ന് അവന്റെ റിസൾട്ട് വന്നു, ആ വിഷയത്തില് പാസ്സായെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാ ആലോചന ഞാൻ ഏറ്റെടുത്തു. ആ ആലോചനയുടെ ഒരു നിവൃത്തീകരണം ഉണ്ടായി. ആമേൻ. തീർച്ചയായിട്ടും ബ്രേസ് പറഞ്ഞത് കൊല്ലത്ത് നടന്ന പ്രാർത്ഥനയിൽ ദൈവാത്മാവ് അവരുടെ വീടും അവരുടെ ചുറ്റുവട്ടവും വീട്ടിലെ സാഹചര്യങ്ങളും പരിശുദ്ധാത്മാ വ്യക്തമായ അടയാളങ്ങളെ വെളിപ്പെടുത്തി. പ്രത്യേകിച്ച് മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വഴിത്തിരിവുണ്ടാകാൻ വേണ്ടി കർത്താവ് ഇന്നൊരു സാക്ഷ്യമാക്കി നിർത്തിയല്ലോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ദൈവം ആലോചന പറയുന്ന ദൈവം മാത്രമല്ല, അത് നമ്മുടെ മുമ്പിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ പറഞ്ഞു. ബ്രദറെ പ്രിസലോൺ, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. എൻ്റെ പേര് ലിസിയമ്മ. ബ്രദറെ, ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലിൽ രോഗികളെ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ദൈവം എനിക്ക് കൃപ തന്നു. കണ്ണ് ശരിക്കും വായിക്കാനൊന്നും അറിയില്ലാത്തവർക്ക് കണ്ണിന് 2 പേർക്ക് വായിക്കാനും കാഴ്ച കിട്ടി അവർ വായിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഇത് അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന് പറഞ്ഞ് നമ്മുടെ PG വർഗീസ് അങ്കിളിന്റെ 2-3 പുസ്തകം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് ഞാൻ കൊണ്ടുപോയി അവർക്ക് കൊടുത്തു. അത് അവർ അവിടെ ഇരുന്ന് വായിച്ചു. അങ്ങനെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോട് സംസാരിക്കാനും യേശുവിനെ കുറിച്ച് പറയാനൊക്കെ എനിക്ക് അവസരം കിട്ടി. ഇനിയും ഞാൻ മിക്ക ദിവസങ്ങളിലും ഞാൻ പോകും. അതിന് കർത്താവ് അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് ഇനിയും ചെയ്യുക. പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ സാക്ഷ്യം കേട്ടല്ലോ. സഹോദരി പോയി വിസിറ്റ് ചെയ്തു. കണ്ണാടി വെച്ച് വായിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. അവൾക്ക് കാഴ്ച ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഇത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ. ഇനിയും അനേകടങ്ങൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളെ നിർബന്ധിക്കുന്നു, സുവിശേഷവുമായിട്ട് നിങ്ങൾ ഓടുക. ചുമ്മാ പോകുകയല്ല, നിങ്ങൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കരത്തിലൂടെ അത്ഭുതങ്ങൾ നടക്കും. ദൈവം നിങ്ങളോട് പ്രവചിക്കുവാൻ പറയും. ഹൃദയത്തിൽ കൃപാവരങ്ങൾ ജ്വലിക്കും. എല്ലാവരോടും കൂടെ ഞാൻ പറഞ്ഞേക്കുന്നത്, പെരക്കകത്തിരുന്നാൽ കാണാൻ പറ്റത്തില്ല, പുറത്തിറങ്ങുക. ഇനി പുറത്തിറങ്ങാൻ പറ്റാതെ ഫോൺ വിളിച്ചെങ്കിലും ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം ഇടപെടും. ഗോഡ് ബ്ലസ് യു. ഞാൻ ഇന്ന് തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും ഒന്ന് നിർത്തുവാണ്. ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും മുന്നിൽ ഇനി കാണാൻ പോകുന്നവരെ എല്ലാം ഓർത്ത് നന്ദി പറയുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ഈ മാർച്ച് മാസം നടക്കാൻ പോകുന്ന UK നടക്കാൻ പോകുന്ന പ്രാർത്ഥനകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. വെറുതെ കൂടി വരിക മാത്രമല്ല, ഈ പട്ടണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എങ്ങനെയെങ്കിലും നമുക്കൊരു കൂട്ടായ്മ തുടങ്ങുവാന്നൊരു ആശയമൊന്നുമല്ല. അങ്ങനെ ഓർത്ത് ആരും വരരുത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് കർത്താവിൽ വളരുവാൻ, പരിശുദ്ധാത്മാവിൽ കൂടുതൽ നിറയപ്പെടുവാൻ, ആത്മതലങ്ങളെ രുചിക്കുവാൻ, എക്സ്പീരിയൻസുകൾ ഉണ്ടാകുവാൻ, ഏഞ്ചലിക് വിസിറ്റേഷനുകൾ ഉണ്ടാകുവാൻ, ക്രിസ്തുവിൽ വളരുവാൻ, ലോകത്തിൽ അനേകർക്ക് ഒരു സാക്ഷിയാകുവാൻ. അനേകരെ ഇന്ന് സിസ്റ്റർ പറഞ്ഞില്ലേ, ഇന്ന് വചനം കേട്ട് ബലപ്പെട്ടത് കൊണ്ടല്ലേ ആ ഹോസ്പിറ്റലിൽ പോകുവാനും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സൗഖ്യങ്ങൾ കാണാൻ പറ്റിയത്. ഇനി വളരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. പ്രാർത്ഥിക്കതൊക്കെ തുടക്കമാണ്. ദൈവം അനുവദിച്ചാൽ നമുക്ക് ഓഗസ്റ്റിൽ വീണ്ടും കേരളത്തിൽ വെച്ച് കാണാം. പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ഹിതം പോലെ നടക്കട്ടെ. എൻ്റെ പ്ലാനല്ല, നിങ്ങളുടെ പ്ലാനല്ല. എൻ്റെ കർത്താവ് എന്നെ ട്രിവാൻഡ്രം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവം വെളിപ്പെടുത്തിയതാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് നേരിൽ കാണാം. നിങ്ങൾ ഇതിനു വേണ്ടി പ്രയത്നിക്കുക. അനേവരോട് പറയുക, ഒരു കൂട്ടായ്മ നടക്കുന്നുണ്ട്, വരിക. യേശു അത്ഭുതം ചെയ്യും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ബാക്കിയുള്ള സ്ഥലങ്ങളെപ്പറ്റി ഡീറ്റെയിൽസുകൾ പിന്നീട് പറയുന്നതായിരിക്കും. കർത്താവിൽ ഈ നിമിഷം പോലെ പ്രാർത്ഥിക്കുക. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വൻ പ്രവർത്തികളെ കർത്താവ് ചെയ്യും. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. തളർന്നു പോകരുത് കേട്ടോ, തകർന്നു പോകരുത് കേട്ടോ, സങ്കടപ്പെട്ട് പോകരുത് കേട്ടോ, പിന്മാറി പോകരുത് കേട്ടോ. മുന്നോട്ട് നമുക്ക് ഒരുമിച്ചോടാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു